എങ്കിലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ റിസ്ക് എടുക്കാതെ പറ്റില്ല എന്ന് നമുക്കറിയാം അല്ലേ. നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലുകൾക്കുണ്ടാകുന്ന ഒരുപാട് പോരായ്മകൾ, അതിൻ്റെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ മനസ്സിലായ സമയത്ത് ഒരു ആവശ്യക്കാരനും കൂടി ആയതുകൊണ്ട് ഒരല്പം റിസ്ക് എടുക്കാൻ തയ്യാറായി. അതിൽ സക്സസ് ആയെന്ന് വെച്ചാൽ സക്സസ് ആയി എന്ന് തന്നെ ഞാൻ പറയും. കാരണം സാർ എന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ പേരാവൂരിൽ നിന്നാണ്. ഞാൻ ഈ ഒരു മീറ്റിംഗിൽ ഇങ്ങനെ എന്തുകൊണ്ട് പരിചയപ്പെടുത്തുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ പല ഭാഗങ്ങളിലുള്ള ആൾക്കാരുണ്ടല്ലേ, ഇതൊരു ജെൻസിന്റെ ഒരു ടീം മീറ്റിംഗ് ആണ്. എന്തിനിങ്ങനെ ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊക്കെ ഇപ്പോഴും പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇതൊക്കെ എനിക്കറിയാം, ഇതൊക്കെ എന്ത് എന്നുള്ള ചിന്താഗതി നമ്മളിൽ പലർക്കും ഉണ്ട്. പക്ഷെ ഈ ഒരു ബിസിനസ്സിൽ നമ്മൾ അതിന്റെ പ്ലാനിൽ പറയുന്നുണ്ട് 58% ആൾക്കാർ ചെയ്യുന്നതിൽ 53-54% ലേഡീസ് ആണ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതിൽ ഏറ്റവും കൂടുതൽ അച്ചീവ്മെന്റുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് പുരുഷന്മാർ തന്നെയാണ്. പക്ഷെ നമ്മളെ പോലുള്ളവരത് വന്നു കഴിയുമ്പോൾ അതിനെ ഒരു വേണ്ടത്ര കാഴ്ചയോടുകൂടി നമ്മൾ കാണാതിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് തോന്നും ഇത് കുറെ ലേഡീസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമല്ല, അതിൽ എനിക്ക് എന്ത് സ്ഥാനം. ചിലപ്പോൾ എൻ്റെ വൈഫ് അല്ലെ എൻ്റെ സഹോദരി എന്നെ ഇതിൻ്റെ അകത്തേക്ക് ജോയിൻ ചെയ്യിച്ചിട്ടുണ്ട്, ഞാൻ എന്തിനു മുന്നോട്ട് വരണം, അവരതെന്തെങ്കിലും ചെയ്യുന്നുണ്ട് ചെയ്തോട്ടെ എന്നുള്ള ഒരു ചിന്താഗതിയിലായിരിക്കും നമ്മളൊക്കെ ഇതിനെ സെക്കൻഡറി ആയിട്ട് കണ്ടിട്ടുണ്ടാവുക. പക്ഷെ നമുക്കറിയാം നമ്മളൊക്കെ ജോലി ചെയ്യുന്നുണ്ട് പല മേഖലകളിൽ, നമ്മൾ പുരുഷന്മാർ പല മേഖലകളിൽ നമ്മൾ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു കുടുംബം ഇന്ന് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരു കുടുംബത്തിലെ ഒരാൾ മാത്രം പണിയെടുത്താൽ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്. അവിടെയാണ് നമ്മളൊന്ന് മാറി ചിന്തിക്കേണ്ടത്. നമുക്ക് കയ്യിൽ കിട്ടിയ ഒരു അവസരത്തിന്റെ വലിപ്പം എന്താണ്, അതിന്റെ സാധ്യത എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മളിത് സെക്കൻഡറി ആയിട്ട് കാണും. അവിടെയൊക്കെ നമുക്കറിയാം നമ്മുടെ വീട്ടിലെ ഭാര്യയോ അല്ലെങ്കിൽ സഹോദരിയോ അമ്മയോ ആരെങ്കിലൊക്കെ ഇത് ചെയ്യുന്നുണ്ടാവാം. പക്ഷെ അവർക്കൊക്കെ ഒരു വേണ്ടത്ര സപ്പോർട്ട് കൊടുക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് ആലോചിക്കുക. കാരണം അവർ ചെയ്യുന്നുണ്ട് ചെയ്തോട്ടെ എന്ന് നമ്മളൊരു അനുവാദമൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവർക്ക് ഇത് ഒറ്റയ്ക്ക് കൂട്ടിയാൽ കൂടില്ല അല്ലെ. ഇന്നത്തെ ഒരു സമൂഹത്തിലെ ഒരു ജീവിത രീതിയും കാര്യങ്ങളൊക്കെ വെച്ച് പോകുന്ന സമയത്ത് നമുക്കറിയാം നമ്മൾ പുരുഷന്മാരുടെ ഒരു സപ്പോർട്ടും കൂടെ കിട്ടുന്ന സമയത്താണ് അവർക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഒരു ടീം വർക്കായിട്ട് ഒരു കുടുംബ ബിസിനസ് ആയിട്ട് നമുക്ക് ഇതിനെ കൊണ്ടുപോകാൻ കഴിയുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ ഒരു വരുമാനം നമുക്ക് വീട്ടിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റ് ആണെന്ന് 4 വർഷവും 2 മാസവും ഉള്ള അനുഭവങ്ങളിൽ ഞാൻ സാക്ഷ്യം പറയും. കാരണം അതിൻ്റെതായ ഗുണങ്ങൾ ഒരുപാട് കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ. ഇതിനകത്തേക്ക് വന്നിട്ട് ഞാൻ പറഞ്ഞു 4 വർഷവും 2 മാസവും കഴിയുന്നു. ഈ ഒരു സമയം കൊണ്ട് കമ്പനിയുടെ 6ാമത്തെ റാങ്ക് DSM ഡിവിഷണൽ സെയിൽസ് മാനേജർ റാങ്കിലാണ് ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു റാങ്കിൽ നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ വരുമാനങ്ങളും എല്ലാ അച്ചീവ്മെന്റുകളും എനിക്ക് നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് അതിയായ ഒരു സന്തോഷം എനിക്കുണ്ട്. കാരണം നമുക്കറിയാം ഈ കമ്പനിയുടെ പ്ലാനൊക്കെ ശ്രദ്ധിച്ചവർക്ക് അറിയാം, ഒരു 3ാമത്തെ റാങ്കിൽ എത്തുന്നത് മുതൽ നമുക്കൊരു സ്ഥിര വരുമാനമുണ്ട്, അതേപോലെ തന്നെ ഇൻഷുറൻസ് കവറേജ് ഉണ്ട്. ഇത് രണ്ടും ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഒരാളാണ് ഞാൻ. കാരണം ആ മന്ത്ലി പെർഫോമൻസ് എന്ന് പറയുന്നത് ചേർന്നിട്ട് 1 വർഷം കൃത്യമാകുന്ന സമയത്ത് സെയിൽസ് മാനേജർ റാങ്കിലേക്ക് ഞാൻ എത്തി. അത് മുതലേ കൃത്യമായിട്ട് അത് വാങ്ങിയെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം ഒരു 3ാമത്തെ റാങ്കിൽ എത്തി കഴിയുന്ന സമയത്ത് നമുക്കൊരു 15,000 രൂപയ്ക്ക് മേലെ ഒരു സ്ഥിര വരുമാനം. അത് ഓരോ റാങ്ക് കയറുന്നതനുസരിച്ച് ആ വരുമാനം കൂടിക്കൊണ്ടേയിരിക്കും. 3ാമത്തെ റാങ്കിലാണ് പറയുന്നത്, ആ വരുമാനം കൃത്യമായിട്ട് ലഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇൻഷുറൻസ് കവറേജിൽ ഒരു ഹെൽത്ത് ഇഷ്യൂ വന്ന സമയത്ത് ഏകദേശം 95,000 രൂപ, ഞാൻ എന്തുകൊണ്ടാണ് 1 ലക്ഷം വേണേ എനിക്ക് പറയാം, ഞാൻ ഒരു കള്ളം ഞാൻ പറയുന്നില്ല, ഒരു 95,000 രൂപയോളം എനിക്ക് ഇൻഷുർ ക്ലെയിം ചെയ്തിട്ട് എനിക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ കണ്ണൂർ പേരാവൂർ സ്വദേശിയാണ്. തലശ്ശേരി ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൽ യൂറിൻ സ്റ്റോണിന്റെ ഒരു കംപ്ലൈന്റ് ആയിട്ട് ഞാൻ അഡ്മിറ്റ് ആയ സമയത്ത് 1ാം ഘട്ടത്തിൽ ഒരു 72,000 രൂപയ്ക്ക് മുകളിൽ വന്ന ശേഷം ഒരു 23,000-24,000 രൂപയോളം എനിക്ക് ഇൻഷുർ ക്ലെയിം ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഒരു മാസത്തേക്കുള്ള നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് പോരുന്ന സമയത്ത് 1 മാസത്തേക്കുള്ള മരുന്നടക്കം നമുക്ക് തന്നുവിട്ട ചെലവടക്കാണെന്ന്. അപ്പൊ ഫിജിക്കാർഡ് എന്നൊരു കമ്പനിയെ പറ്റി ഞാൻ സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് കിട്ടിയ വരുമാനത്തെക്കാൾ കൂടുതൽ മറ്റുള്ള അച്ചീവ്മെന്റുകളെക്കാൾ കൂടുതൽ ഞാൻ എന്നെ സ്നേഹമായിട്ട് എന്നെ ഒരു ഇരുത്തി ചിന്തിപ്പിക്കുന്ന അല്ലെ എന്നെ സ്നേഹപരമായിട്ട് ചേർത്ത് പിടിച്ച ഒരു കമ്പനി എന്ന രീതിയിൽ എനിക്ക് അതിനോട് ഒരുപാട് പ്രതിബദ്ധത ഉണ്ട് എന്നുള്ളതാണ്. ഞാനിതൊരിക്കലും നിങ്ങളുടെ മുമ്പിൽ ഇരുന്നൊരു സാക്ഷ്യം പറയലോ പ്രസംഗിക്കലോ അല്ല. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എന്നെ അറിയുന്നവരോ എനിക്ക് എന്നെ അടുത്തറിയാവുന്നവരൊക്കെ ഇതിനൊക്കെ തെളിവുകൾ വേണമെങ്കിൽ കൃത്യമായിട്ട് തരാം. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഫിജിക്കാർഡ് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ഒരാൾ പോലും നമ്മളെ പറഞ്ഞു പറ്റിച്ചിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരില്ല. കാരണം അല്ലാതെ തന്നെ ഒരുപാട് പോസിറ്റീവായ കാര്യങ്ങൾ ഈ ബിസിനസ്സിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാനും ശ്രമിക്കാനും വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കാതിരിക്കുന്ന സമയത്ത് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ പല അഭിപ്രായങ്ങൾ നമ്മൾ കേൾക്കും അല്ലെ. ആ ഒരു സമയത്ത് നമുക്ക് തോന്നും ഇത് വേണോ വേണ്ടയോ, എന്തായാലും മുടക്കിയ പൈസക്ക് പ്രോഡക്റ്റ് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ
ഇത് ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സംശയം നമുക്ക് അവിടെ ഉണ്ടാവും. പക്ഷെ അതിന് വേണ്ടത് എന്താ? ഈ ബിസിനസ് എന്താണെന്ന് വന്നു കഴിഞ്ഞാൽ, ഇതിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ നമ്മളൊന്ന് അറിയാൻ ശ്രമിക്കണം. അതിൽ അത്യാവശ്യം വേണ്ടതാണ് നമ്മുടെ കുറച്ച് പ്രോഗ്രാമുകൾ ഉണ്ട് അല്ലെ. നമുക്ക് രാവിലെ 7 മണിക്ക് നടക്കുന്ന 7 AM എന്ന് പറഞ്ഞ പ്രോഗ്രാം, അതേപോലെ അല്ല ഇതുപോലെയുള്ള മീറ്റിങ്ങുകൾ, ഇതിലൊക്കെ ഒന്ന് പങ്കെടുക്കുന്ന സമയത്താണ് നമുക്കിത് മനസ്സിലായി തുടങ്ങുന്നത്. ഇതൊരു നല്ല സംരംഭമാണ്. ഞാൻ മാത്രമല്ല, വേറെയും ഒരുപാട് ആൾക്കാർ ഇത് ചെയ്യുന്നുണ്ട്, അതിൽ സക്സസ് ആയ ആൾക്കാരുണ്ട്. ഇതൊക്കെ ഒന്ന് അറിയുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ഒരു ചിന്താഗതി എന്ന് പറയുന്നത് കൊള്ളാമെന്നൊരു തോന്നൽ നമുക്ക് അവിടെ ഉണ്ടാവും. പക്ഷെ ഇതിനെപ്പറ്റി നമ്മളൊന്ന് അറിയുകയോ പഠിക്കുകയോ ഒന്നും ചെയ്യാതിരിക്കുകയാണെങ്കിലോ നമുക്ക് ഇതിനെപ്പറ്റിയുള്ള വിശ്വാസങ്ങൾ കുറഞ്ഞു വരും. പുറത്തുനിന്ന് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഇറങ്ങുന്ന സമയത്ത് നിനക്ക് നാണമില്ലേ ഇത് ചെയ്യാൻ വേണ്ടി, ഇത് കുറെ ലേഡീസ് വീട്ടിൽ പണിയില്ലാണ്ടിരിക്കുന്ന കുറെ പേര് ചെയ്യുന്ന ഒരു പരിപാടിയല്ലേ, നീയൊക്കെ ഇതിന്റെ പുറകെ, അങ്ങനെയൊക്കെ പല ഇത് കേൾക്കുന്ന സമയത്ത് നമ്മളത്. പക്ഷെ 1-2 പ്രോഗ്രാമുകൾ നമ്മൾ പങ്കെടുത്ത് മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ഈ എല്ലാ നെഗറ്റീവുകളും നമുക്ക് മാറി കിട്ടുമെന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമുക്ക് ജ്വാല എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം കഴിഞ്ഞ വർഷം 2025 ഏപ്രില് നമുക്ക് തൃശ്ശൂരല്ല പിന്നെ പെരുമ്പാവൂർ വെച്ച് നടത്തുകയുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് പങ്കെടുത്ത ഒരാളാണ് ഞാൻ. വളരെ നല്ല രീതിയിൽ ഏകദേശം 1500-2000-ഓളം പേര് പങ്കെടുക്കുന്ന വലിയൊരു പ്രോഗ്രാം ഞങ്ങൾ ഇവിടുന്ന് കണ്ണൂരിൽ നിന്ന് 2 ബസ്സൊക്കെ ബുക്ക് ചെയ്തിട്ടാണ് അന്ന് പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത് ഇപ്രാവശ്യം അതിലും കൂടുതൽ ആൾക്കാരെ ഈ ഒരു പ്രോഗ്രാമിന് അതിന്റെ ഒരു തുടർച്ച അല്ലെങ്കിൽ അതിന്റെ വിജയത്തിന്റെ ഭാഗമായിട്ട് 2ാമതൊരു പ്രോഗ്രാമും കൂടെ നമ്മൾ ഈ വരുന്ന ഏപ്രിൽ 9 ഈ പറയുന്ന പെരുമ്പാവൂർ ചേർക്കണം. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുറച്ച് ലീഡേഴ്സും, അതായത് ഇതിൻ്റെ അകത്ത് പാർട്ട്നേഴ്സായ നമ്മളും, അതേപോലെ തന്നെ കമ്പനിയുടെ മുതിർന്ന ഈ റാങ്കിൽ നിൽക്കുന്ന, അതായത് മുതിർന്ന റാങ്കിലൊക്കെ നിന്നിട്ട് കോടികൾ വാങ്ങിയ ലീഡേഴ്സും അതിൻ്റെ അകത്ത് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കമ്പനിയുടെ പിന്നെ സ്റ്റാഫുകളായിട്ടുള്ള മുതിർന്ന സ്റ്റാഫുകളായിട്ടുള്ള CM അതുപോലുള്ള മാനേജർമാരൊക്കെ അത് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് ഈ ഒരു 2026 ഏപ്രിൽ നമുക്കൊക്കെ വളരെ സർപ്രൈസ് ആയിട്ട് നമ്മുടെ കമ്പനിയുടെ ചെയർമാൻ ബോബി ചെമ്മണ്ണൂര്, ബോച്ചെ എന്ന് വിളിക്കുന്ന ബോബി ചെമ്മണ്ണൂര് അതിൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും ഇതിന്റെ ചില പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്ന സമയത്ത് ചില അച്ചീവ്മെന്റിലൂടെ ബോച്ചയിൽ നിന്ന് ഒരു മൊമെന്റ് വാങ്ങാനുള്ള ഒരു അവസരം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ ഈ ബിസിനസ്സിൽ വന്നിട്ട് ഇതിനെപ്പറ്റി ഒരുപാട് നെഗറ്റീവുകൾ തുടക്കത്തിൽ കേട്ട ആളാണ്. ഞാൻ ഈ പേരാവൂർ മേഖലയിൽ ഞാനിത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ഇതിനെപ്പറ്റി എനിക്കൊന്നും അറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, അളിയന്റെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നതാണ്. പുറത്തോട്ട് പോകുന്ന സമയത്ത് ഒരുപാട് നെഗറ്റീവുകളുണ്ട്. ഇത് ബോബി ചെമ്മണ്ണൂരിന്റെ ഒരു ബിസിനസ് അല്ല, ആൾ പരസ്യത്തിൽ നിന്നാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കളിയാക്കൽ എനിക്ക് നേരിട്ടിട്ടുണ്ട്. ഒരു സമയത്ത് പേരാവൂർ ഒരു കടയുടെ ഉദ്ഘാടനമായിട്ട് ബന്ധപ്പെട്ട് ബോച്ചെ വന്ന സമയത്ത് എനിക്ക് കാണാനും സംസാരിക്കാൻ ഒരു അവസരം കിട്ടി. ആളുടെ അപ്പോൾ 1-2 ഫോട്ടോസ്, ഒന്നല്ല 4-5 ഫോട്ടോ, എൻ്റെ ഒരു സുഹൃത്തിന്റെ ഒരു സംഭാവന എന്ന് എനിക്ക് പറയാൻ പറ്റും. ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അതൊക്കെ എടുത്തു. ഇന്നും ഞാനതൊരു നിധി പോലെ സൂക്ഷിക്കുന്നുണ്ട്. കാരണം ഈ ബിസിനസ് ബോച്ചയുടെ അല്ലാന്നും അതുപോലെയുള്ള നെഗറ്റീവുകളൊക്കെ പറയുന്ന സമയത്ത് എനിക്കത് കാണിച്ചു കൊടുത്തുകൊണ്ട് ഒരുപാട് സെയിൽ ചെയ്യാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ ടീമിന് വേണ്ടി ഞാൻ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഏതൊരു കാര്യത്തെ പറ്റി നമ്മൾ കേൾക്കുന്ന സമയത്ത് മറ്റാരോ പറയുന്ന, അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട അറിവില്ലാത്ത മറ്റൊരാൾ പറയുന്നത് കേട്ട് നമ്മൾ ഇട്ടിട്ട് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? നമുക്കത് എന്താണെന്ന് തിരിച്ചറിയാം. ഇനി എന്നെ സംബന്ധിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇത് ബോച്ചയുടെ ഒരു ബിസിനസ് അല്ല എന്ന് പറഞ്ഞ സമയത്ത് ആളെ എൻ്റെ മുന്നിൽ കിട്ടിയ സമയത്ത് ഞാനത് ധൈര്യമായിട്ട് ചോദിച്ചു. ഞാൻ അടുത്ത് നിന്നിട്ട് തോണ്ടിയിട്ടാണ് ചോദിച്ചത്, സാർ ഞാൻ ഇങ്ങനെ ഫിജി കാട്ടുന്നൊരു ബിസിനസ് എൻ്റെ ഒരു ബന്ധു പറഞ്ഞിട്ട് ഞാൻ ചേർന്നിട്ട് ഇത് സാറിന്റെ തന്നെയാണെന്ന് ഞാൻ ചോദിച്ചത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നത് ആ ചോദ്യം ഇങ്ങനെ തന്നെയായിരുന്നു. അപ്പൊ ആൾ എൻ്റെ അടുത്ത് പറഞ്ഞൊരു മറുപടിയാണ്, സാറിന് വിളിക്കേണ്ട ബോച്ചയെന്ന് വിളിച്ചോളാൻ പറഞ്ഞു. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം നിങ്ങളുടെയൊക്കെ വീട്ടില് നിങ്ങളൊക്കെ മൊബൈൽ ഫോണിൽ വന്നിട്ടുള്ളൊരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. അന്നും ആള് പറഞ്ഞത് സാറിന് വിളിക്കേണ്ട ബോച്ചയെന്ന് വിളിച്ചോളാന്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ വെച്ച് നടന്ന മറ്റൊരു ഇതുപോലെ ഒരു കടയുടെ ഉദ്ഘാടനമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പോലെ തന്നെ ഈ ഫിജി കാർഡിൽ വർക്ക് ചെയ്യുന്ന ഒരു ലീഡർ സാറിന് വിളിച്ച സമയത്ത് ആള് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ അതൊന്ന് കാണുക കേട്ടോ, സാറിന് വിളിക്കേണ്ട ബോച്ചയെന്ന് വിളിച്ചോളാൻ. അത്രയും സിമ്പിൾ ആയ ഒരു മനുഷ്യൻ. എനിക്കത് തോന്നുന്നത് അന്ന് ഏകദേശം ഞാനും 5ാമത്തെ റാങ്കിലേക്ക് അപ്ഡേറ്റ് ചെയ്തതിന്റെ ഒരു മൊമെന്റോ ബോബി ചെമ്മണ്ണൂരിൽ നിന്ന് തൃശ്ശൂർ വെച്ച് എനിക്ക് ഏറ്റുവാങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു 250-300ഓളം പേർക്ക് അതുപോലെയുള്ള റാങ്ക് അപ്ഡേഷനുമായിട്ട് ബന്ധപ്പെട്ട മൊമെന്റുകൾ കൊടുക്കുന്നുണ്ട്. സാധാരണ നമ്മുടെ മന്ത്രിമാരൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, എന്തെങ്കിലും ഒരു ഉദ്ഘാടനം ചെയ്യും അല്ലെ, ഒരു 3-4 എണ്ണം അവരുടെ കൈ കൊണ്ട് കൊടുത്തു, ബാക്കി അവിടെയുള്ള ഉദ്യോഗസ്ഥരോ മറ്റെന്തെങ്കിലും ബന്ധപ്പെട്ടവരാണ് അത് കൈമാറുക അല്ലെ. ഇവിടെ ആ പ്രോഗ്രാം തീരുന്നത് വരെ ഓരോരുത്തർക്കും ആ മൊമെന്റോ കൊടുത്തുകൊണ്ട് ഷെയ്ക്ക് ഹാൻഡ് സംസാരിച്ച് അവർക്ക് ഫോട്ടോ എടുക്കാനുള്ള അവസരം വരെ കൊടുത്തുകൊണ്ട് യാതൊരു മുഷിപ്പും ഇല്ലാതെ മണിക്കൂറുകളാണ് നിന്നു. അത്രയും നല്ല മനുഷ്യസ്നേഹമായ നമ്മളോടൊപ്പം കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു ചെയർമാന്റെ ടീമിലാണ് അല്ലെങ്കിൽ ആ ഒരു കമ്പനിയിലാണ് നമ്മൾ വന്നുപെട്ടിട്ടുള്ളത്.
പക്ഷെ ഇതൊന്നും മനസ്സിലാക്കാതെ അറിയാതെ നമ്മൾ ഇപ്പോഴും ഇതിനെ ഒരു സെക്കൻഡറി ആയിട്ട് കാണുന്നു. കാരണം പലരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതിനൊക്കെ എവിടെ സമയം, ഇതിനൊക്കെ ആർക്കാ സമയം, ഇതിന്റെയൊക്കെ പുറകെ നടക്കാൻ. ഞാൻ ചോദിക്കട്ടെ, നമ്മളൊക്കെ സമയമില്ല സമയമില്ല എന്ന് പറഞ്ഞ് എന്തിന്റെയൊക്കെയോ പുറകിൽ ഏതൊക്കെയോ ജോലി ഏതൊക്കെയോ കാര്യങ്ങളായിട്ട് നമ്മൾ ഓടുന്നു അല്ലെ? എന്നിട്ടും നമ്മൾ ഇന്ന് എവിടെയെങ്കിലും സേഫ് ആയോ? ഇല്ല എന്നുള്ളതാണ് അല്ലേ? അപ്പൊ അവിടെയാണ് നമ്മളൊന്ന് മാറി ചിന്തിക്കേണ്ടത്. ഇതൊക്കെ ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്, സക്സസ് ആയ കുറെ ആൾക്കാരുണ്ട്. ഒരുപക്ഷെ എന്നെ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലെ? ഞാൻ എന്തുകൊണ്ട് എന്നെ ഇവിടെ ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടി വിളിച്ചത് നിങ്ങളൊന്ന് ചിന്തിക്കുക അല്ലെ? മറ്റൊരാളെ വിളിക്കാം, ഞാൻ എന്നൊക്കെ മുമ്പ് പലരും വന്നിട്ടുണ്ടാവും അല്ലെ? അതേപോലെ എന്നെ എന്തിനെതിരെ വിളിച്ചു എന്ന് ചിന്തിച്ചു നോക്കുക അല്ലെ? ഈ ബിസിനസ്സിൽ സക്സസ് ആയ ഒരാളാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏതൊരു കാര്യത്തെപ്പറ്റി കേൾക്കുമ്പോഴും വിജയിച്ചവരിൽ നിന്ന് നമ്മൾ കേൾക്കാൻ പഠിക്കണം അല്ലെ? നമ്മളൊക്കെ ചെയ്യുന്ന എന്താ, എന്തെങ്കിലും ചെയ്താൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് അത് ചെയ്ത് പരാജയപ്പെട്ട ആളുടെ അടുത്താണ് നമ്മൾ അഭിപ്രായം ചോദിക്കാൻ പോവുക. കാരണം ഇത് ചെയ്താൽ നടക്കുവോ? അപ്പൊ അവർക്ക് എന്തായിരിക്കും നമ്മളോട് പറഞ്ഞു തരാൻ ഉണ്ടാവുക? അവരുടെ നഷ്ടങ്ങളുടെ കണക്കാണ് ഉണ്ടാവുക അല്ലെ? അതല്ല വേണ്ടത്. അത് പിജിക്കാട്ടെന്ന് മാത്രമല്ല, നിങ്ങൾ ഏത് സംരംഭത്തിന് ഇറങ്ങുന്ന സമയത്തും അതിൽ സക്സസ് ആയ ആളുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ ചോദിക്കണം. കാരണം അല്ലാത്തവർക്ക് പറഞ്ഞു തരാനുള്ളത് പരാജയത്തിന്റെ കണക്കുകൾ മാത്രമായിരിക്കും. നമ്മൾ എന്തുകൊണ്ട് ജീവിതത്തിൽ രക്ഷപ്പെടുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ ചിന്താഗതികൾ എന്താണ്, നമ്മൾ എന്തിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ ആയി പോകുന്നു ചോദിച്ചാൽ, നമ്മൾ ഉപദേശം തേടുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇല്ലാത്ത അല്ലെങ്കിൽ പരാജയപ്പെട്ടവരാണ് നമ്മൾ ചോദിക്കുന്നത്. ഇവിടെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, എന്റെ ഒരു മൈക്ക് ഓൺ ആയി കിടക്കുന്നുണ്ട് കേട്ടോ, ഒന്ന് ശ്രദ്ധിക്കണേ. സംസാരിക്കുമ്പോൾ അത് ഡിസ്റ്റർബൻസ് ആയിട്ട് വരുന്നുണ്ട്. അത് മ്യൂട്ട് ചെയ്യണേ. ഓക്കെ. ഇപ്പൊ നമ്മൾ ഇതാണ് പറയുന്നത്, ഏതൊരു കാര്യത്തെ പറ്റിയും അറിവും അതിൽ വിജയിച്ച ആൾക്കാരുടെ അടുത്ത് നമ്മൾ ചോദിക്കുക അല്ലെ? അത് ഞാൻ മാത്രമല്ല, ഞാനിവിടെ സംസാരിക്കാൻ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് എന്തൊക്കെയോ പറയാനുണ്ട് അല്ലെ? ഈ ബിസിനസ്സിൽ വന്നിട്ടുള്ള എന്റെ നേട്ടങ്ങളെ കുറിച്ച് പറയാനുണ്ട്, എനിക്ക് കാണിച്ചു തരാൻ എന്തൊക്കെയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരാളുടെ അടുത്തല്ല നമ്മൾ പോയിട്ട് കേൾക്കാൻ ഇരിക്കുന്നതെങ്കിൽ അവർ പറയുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മോശം വശങ്ങളായിരിക്കും. അവിടെ നമ്മൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമുക്ക് എളുപ്പത്തിൽ പല കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട് അല്ലെ? അപ്പൊ ഓരോ കാര്യങ്ങൾ എങ്ങനെ ചെയ്തു, അവരുടെ വിജയങ്ങൾക്ക് എന്തൊക്കെ പ്രാധാന്യമുണ്ട്, എന്തൊക്കെ ചെയ്തിട്ടാണ് അവർ വിജയിച്ചത്, ഇങ്ങനെയൊക്കെ നമ്മൾ അറിയണം. അപ്പൊ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ നമുക്ക് കാണുന്ന സമയത്ത് അല്ലെ, നമ്മൾ കണ്ടും കേട്ടും തൊട്ടറിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ? ആരോ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കുടെ മനസ്സിലുണ്ടാകുന്നത് ശരിയായിരിക്കാം, കിട്ടിയിട്ടുണ്ടാവായിരിക്കാം. അതല്ല, നമ്മൾ കണ്ട് മനസ്സിലാക്കിയ ഒരു കാര്യത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഉണ്ടാകുന്ന ഒരു ചിന്താഗതി, നമ്മുടെ കണ്ണും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങള് കൊണ്ട് നമുക്ക് മനസ്സിലാക്കിയ ഒരു കാര്യങ്ങളെ സംബന്ധിച്ച് എന്താവും, നമുക്കത് ഉറപ്പുണ്ടാവും, ഒരാളുടെ മുന്നിൽ കോൺഫിഡൻസ് ആയിട്ട് പറയാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രോഗ്രാമിലാണ് ഞാൻ നിരവധി എണ്ണം എനിക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഇതിപ്പോ ഞാൻ മൊമെന്റ് വാങ്ങിയെന്ന് ഞാൻ പറയുന്നു അല്ലെ, അത് എന്റെ സക്സസ് ആണ്. പക്ഷേ ഇത് നിങ്ങൾക്കും സാധ്യമാവും. എങ്ങനെയാന്നല്ലേ? നിങ്ങൾ ഇതിനകത്ത് ചേർന്നിട്ട് ഇപ്പൊ റാങ്ക് ഒന്നും ആയിട്ടുണ്ടാവില്ല, ഇപ്പൊ ചേർന്നതേ ഉണ്ടാവുള്ളൂ. എനിക്കന്ന് കമ്പനിയുടെ 5ാമത്തെ റാങ്കിന്റെ ഷീൽഡാണ് എനിക്ക് ലഭിച്ചത്. SDM, സെയിൽസ് ഡെവലപ്മെന്റ് മാനേജർ എന്ന രീതിയിൽ. നമ്മുടെ കൂടെയുള്ള സബാഷ് സാറിന് എനിക്ക് തോന്നുന്നത് അന്ന് കമ്പനിയുടെ 2ാമത്തെ റാങ്ക് ആണെന്ന് തോന്നുന്നു, സബാഷ് സാറിന് ലഭിച്ചിട്ടുണ്ട്. അതേപോലെയുള്ള കുറെ ലീഡേഴ്സിന്, നമ്മുടെ ടീമിലുള്ള കുറെ ലീഡേഴ്സിന്, നമ്മുടെ പുഷ്പലത മാഡത്തിന് ലഭിച്ചിട്ടുണ്ട്, ലില്ലി മാഡത്തിന് ലഭിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ മറ്റ് ടീമുകളിലുള്ള ആൾക്കാർക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ നമുക്കൊരു വലിയ കടമ്പയാണ് അതല്ലേ, ചേർന്ന് കഴിഞ്ഞു റാങ്ക് അപ്ഡേറ്റ് ആവണം, നമ്മുടെ കൂടെ കുറെ ലീഡേഴ്സ് വരണം, എങ്കിൽ മാത്രമേ നമുക്ക് ഇതൊക്കെ കിട്ടുള്ളൂ. പക്ഷെ നമ്മുടെ ബിസിനസ് എന്ന് പറയുമ്പോൾ ഏറ്റവും സിമ്പിൾ ആണ് അല്ലെ? അതായത് വലിയ കഴിവുകളൊന്നും ഇല്ലാത്തവർക്ക് പോലും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റണം, അവർക്ക് അതിലുള്ള അച്ചീവ്മെന്റുകൾ നേടാൻ പറ്റുമ്പോഴാണ് നമ്മൾ പവറായിട്ട് വരുന്നത്. അപ്പൊ ഈ റാങ്ക് അപ്ഡേറ്റ് ചെയ്ത ലീഡർമാർക്ക് മാത്രമാണ് ഇത് കൊടുക്കാൻ പറ്റുന്നതെങ്കിൽ ചിലപ്പം വിരലെണ്ണാവുന്നവരായിട്ട് ഇത് ചുരുങ്ങും. അപ്പൊ ഇവിടെ നമ്മളിത് ചെയ്യുന്ന ലീഡേഴ്സ്, കാരണം വരുന്ന ഓരോരുത്തരെയും പോസിറ്റീവാക്കി നിലനിർത്തുക, അവർക്ക് കൂടുതൽ അച്ചീവ്മെന്റ് ഉണ്ടാക്കുക, അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക എന്ന രീതിയിലാണ് നമ്മൾ ഓരോ ലീഡേഴ്സും ഇവിടെ പ്രവർത്തിക്കുന്നത് അല്ലെ? നിങ്ങൾ 7am സംസാരിക്കുന്ന സമയത്തോ, നിങ്ങൾ ഒരു ക്യാമറ ഓൺ ചെയ്തിരിക്കുന്ന സമയത്തോ, നിങ്ങൾ എന്തെങ്കിലും സംസാരിക്കുന്ന സമയത്തോ അതിന്റെ പോരായ്മകളല്ല പറയാ, സാർ അടിപൊളിയായിരുന്നു, ടോപ്പായിരുന്നു, നന്നായിട്ട് സംസാരിച്ചു, ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലേ, നമ്മളെ കൊണ്ട് പറ്റും എന്ന് പറഞ്ഞതുപോലെ. ഇപ്പോ ഈ 2026 ഈ ജ്വാല എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം പെരുമ്പാവൂർ വെച്ച് നടക്കുമ്പോൾ ഇന്നലെ കടന്നു വന്ന ഒരാൾക്കും ഈ ബോച്ചയിൽ നിന്ന് ഒരു മൊമെന്റോ വാങ്ങാനുള്ള അവസരമുണ്ട്. അതിനെന്താ വേണ്ടത്? നമ്മൾ ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്നതിന് ശേഷം ഒരു 100 സെയിൽസ് വോളിയത്തിന്റെ പ്രൊഡക്റ്റ് നമ്മുടെ ഒരു സുഹൃത്തിനെയോ ബന്ധുവിനെ കൊണ്ടോ നമുക്ക് വാങ്ങിപ്പിച്ച് നമ്മുടെ ഒരു പാർട്ട്ണറായിട്ട് നമുക്ക് കൂടിച്ചേർത്ത് നിർത്താൻ പറ്റിയാൽ നമുക്ക് ആ അച്ചീവ്മെന്റിൽ പങ്കെടുക്കാൻ പറ്റും എന്നുള്ളതാണ് അല്ലെ? അപ്പൊ കയറിയ പാട് ഒരാൾ, എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ ചേർന്നിട്ട് 8ാമത്തെ ദിവസമാണ് ബോച്ച എനിക്ക് നേരിട്ട് കാണാൻ പറ്റിയത്. അത് എൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു.
ശരിക്കും അന്ന് ഈ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ആളെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് ഈ ബിസിനസ്സിൽ വന്നിട്ട് വലിയ പോസിറ്റീവായിട്ട് വന്ന ആളൊന്നുമല്ല ഞാൻ പറഞ്ഞു എന്റെ ഭാര്യ സഹോദരൻ അളിയൻ പറഞ്ഞിട്ട് ഞാൻ ചേർന്നു, എനിക്ക് ഇതിനെപ്പറ്റി അറിയില്ല, ഞാനിത് ചെയ്യില്ല, നിന്റെ നിർബന്ധത്തിന് വഴങ്ങി ചെയ്യുന്നു എന്നും പറഞ്ഞ് മാത്രം വന്ന ഒരാളാണ്. പക്ഷേ ആ ഒരു സമയത്ത് ബോബി ചെമ്മണ്ണൂർ എന്ന് പറഞ്ഞ വ്യക്തി എനിക്ക് കാണാനും എന്റെ സംശയത്തിന് ഒരു ചോദ്യം ചോദിക്കാനും പറ്റി, ആളോടൊപ്പം ഒരു സെൽഫി എടുക്കാൻ പറ്റി എന്നതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പോസിറ്റീവായി. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് ഞാൻ പറയുകയാണ്, ഇന്നലെ കടന്നു വന്ന ഒരാൾക്ക് പോലും ഒരു 100 പോയിന്റ് പ്രോഡക്റ്റ് നമ്മളിവിടെ കച്ചവടം നടത്തി കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ നമുക്ക് ഈ ബിസിനസിന്റെ രീതി അറിയാലേ, ലെഫ്റ്റും റൈറ്റും മാച്ചിങ് ആണ്. ചിലപ്പോൾ നമ്മൾ വന്നിട്ട് ഒരാഴ്ചയായിട്ടുണ്ടാവാം, നമ്മുടെ ഒരു സൈഡ് ചിലപ്പോൾ ക്യാരി ഫോർഡായിട്ട് 10, 200, 300 പോയിന്റ് ഉണ്ടെങ്കിൽ ആ 100 പോയിന്റ് കൊണ്ടുവരുന്ന സമയത്ത് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒരു 2000 രൂപ വരികയും അതോടൊപ്പം ഈ ബോച്ചയെ കാണാനും അവിടെ വെച്ചൊരു സെൽഫി എടുക്കാനും അതിന്റെ ഒരു ഫോട്ടോ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മളോട് നെഗറ്റീവ് പറയുന്ന കുറെ ആൾക്കാർക്ക് അത് കാണിച്ചു കൊടുത്തുകൊണ്ട്, ആ വരുമാനം നമുക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട്, എന്തുകൊണ്ട് എന്നെ പോലെ നിങ്ങൾക്കും ഒരു നല്ല വർക്ക് എടുത്തുകൂടാ, കൂടുതൽ ആൾക്കാരെ ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നുകൂടാ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താ, നമുക്കിപ്പം ഏപ്രിൽ 9 വരെയുള്ള ഒരു സമയമുണ്ടല്ലേ, ഒരു 10-25 ദിവസത്തിന് മുകളിലുണ്ട് അല്ലെ. ആ ഒരു സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ബിസിനസ്സിൽ വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർ പറയുന്ന നെഗറ്റീവുകളെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ടൂൾസ് ഉണ്ടോ? എന്നെ സംബന്ധിച്ച് 8ാമത്തെ ദിവസം ബോച്ചേനെ വിറ്റ് പൈസ ഉണ്ടാക്കിയാണ് ഞാൻ. കാരണം ആ ഫോട്ടോ, ഇത് നിങ്ങൾ ചെമ്മണ്ണൂരിന്റെ അല്ല എന്ന് പറയുന്ന സമയത്ത് ആളുടെ അടുത്ത് നിന്ന് ഫോട്ടോ എടുത്തു, സെൽഫി എടുത്തു അല്ലെ, സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ എനിക്ക് കൈവശം ഇപ്പോഴും ഞാനത് സൂക്ഷിക്കുന്നുണ്ട്. എന്റെ സുഹൃത്തിന്റെ സംഭാവനയാണ്. ഞാൻ ഇപ്പോഴും നന്ദിയോടെ കടപ്പാട് കൂടി ഞാൻ ഓർക്കുക. കാരണം ആള് ആ സിറ്റുവേഷനിൽ ആ ഫോട്ടോ എനിക്ക് എടുത്തു തന്നുകൊണ്ടാണ് എനിക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിയത് അല്ലെ. അപ്പൊ ഇതേപോലെയുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയാണ് ഇപ്പൊ നമുക്ക് വന്നു ചേർന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എത്രയും പെട്ടെന്ന് നമുക്കൊരു പാർട്ണറെ കൂടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ആ ഒരു സമയം കൊണ്ട് അല്ലെ. ഒരു 100 പോയിന്റ് ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഒരാളെ കൊണ്ട് വാങ്ങിക്കുമ്പോൾ നമ്മുടെ കൂടെ ഈ ബിസിനസ് ചെയ്യാനുള്ള ഒരു പാർട്ണറെ കൂടി നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് അല്ലെ. അപ്പൊ അതൊക്കെ നമുക്ക് എവിടുന്നാ ലഭിക്കുന്നത്? ഈ ബിസിനസ്സിൽ വന്നിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കേട്ട് അല്ലെ. ഇപ്പൊ നിങ്ങളിപ്പോ ഈ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ജെൻസിന്റെ ഒരു മീറ്റിംഗ് അല്ലെ, പലപ്പോഴും പല ജെൻസിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ ഈഗോ ഒക്കെ ഉണ്ടാവും നമുക്കല്ലേ. അവര് കുറെ പെണ്ണുങ്ങൾ ചെയ്യുന്ന ഒരു പരിപാടി, അതിൻ്റെ അകത്ത് എനിക്ക് എന്ത് കാര്യം, എനിക്ക് അവിടെ നിന്ന് വന്നിരിക്കാൻ കഴിയില്ല. പക്ഷെ ചെയ്ത് വിജയിച്ച ഒരുപാട് ആൾക്കാരെ നമുക്ക് ഇവിടെ കാണാനും ആരൊക്കെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്ന സമയത്ത് നമുക്കൊരു താല്പര്യം വന്നു തുടങ്ങുന്നുള്ളതാണ്. അപ്പൊ അതിനുള്ള ഒരു അവസരമാണ്. ചിലരൊക്കെ ബോബി ചെമ്മണ്ണൂരിന്റെ കയ്യിൽ നിന്നൊരു മൊമെന്റോ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നടക്കുവോ? അല്ല, ഒരിക്കലും അല്ല. ഒരു പോസിറ്റീവായിട്ട് ചിന്താഗതി. എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണ്, എനിക്ക് അന്ന് കിട്ടിയ ആ ഒരു സ്നേഹം, ബന്ധം അല്ലെ. ചിലപ്പോ ആ ബോച്ച എന്നെ കണ്ട ഇപ്പൊ തിരിച്ചറിയണമെന്നില്ല, പക്ഷെ എന്റെ മനസ്സിലൊരു പോസിറ്റിവിറ്റി ഉണ്ട്. എനിക്ക് ആളോട് സംസാരിക്കാൻ പറ്റി, ആളിൽ നിന്ന് എനിക്ക് ഒരു ഫോട്ടോ, പിന്നീട് ഒരു മൊമെന്റ് എനിക്ക് വാങ്ങാൻ പറ്റി അല്ലെ. അത് മറ്റൊരാൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. അത്രയും സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരു മനുഷ്യൻ അല്ലെ, സോഷ്യൽ മീഡിയയിൽ എന്നും നിറഞ്ഞിരിക്കുന്ന, ഒരുപാട് ചാരിറ്റി ചെയ്യുന്ന ഒരാള് അല്ലെ. അപ്പൊ പലപ്പോഴും ഞാൻ സോഷ്യൽ മീഡിയ എടുക്കുന്ന സമയത്ത് ഞാൻ കണ്ടിട്ട്, ബോച്ചയെ ഒന്ന് നേരിട്ട് കാണാൻ പറ്റുമോ, എനിക്കൊന്ന് ഷെയ്ക്ക് ഹാൻഡ് ചെയ്യാൻ പറ്റുമോ, ഇതൊക്കെ ചോദിക്കുന്ന സമയത്ത് ഞാൻ വിചാരിക്കും ഞാൻ എത്ര ഭാഗ്യവാനാണ്. ഇത്ര സിമ്പിൾ ആയിട്ട് ചിലരൊക്കെ ചോദിക്കാറുണ്ട്. എൻ്റെ അടുത്ത് ഒരു സുഹൃത്ത് ബോച്ചേട്ടിയുടെ ഇത് വന്ന സമയത്ത് എൻ്റെ അടുത്ത് ചോദിച്ചു, സാറേ എനിക്ക് ബോച്ചേട്ട് ഒന്നിച്ചൊരു ഫോട്ടോ എടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരുമെന്ന്. ഞാൻ പറഞ്ഞു നോക്കാം, സാറ് വിചാരിച്ചാൽ നടക്കും. ആളുടെ വിശ്വാസമാണ്. കാരണം എൻ്റെ അടുത്ത് കുറെ ഫോട്ടോ എടുക്കുന്ന കാണുമ്പോൾ ആള് വിചാരിച്ച ഞാൻ ബോച്ചയായിട്ട് ഭയങ്കര ബന്ധമുള്ള ആളാണ്. ആ ഒരു തോന്നൽ അയാളെ എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയില്ലേ. ആള് വീണ്ടും ഞാൻ പറഞ്ഞതൊക്കെ നോക്കാം, എപ്പോഴെങ്കിലും കണ്ണൂർ വരുന്ന സമയത്ത് നോക്കാം. പക്ഷെ ആള് പറയുന്നത് സാറ് വിചാരിച്ചാൽ നടക്കും. അപ്പൊ ആൾക്ക് എന്തെങ്കിലും ഒരു വിശ്വാസം ഉണ്ടല്ലേ. ഞാൻ പറഞ്ഞു നോക്കാം, കാരണം അയാളുടെ പ്രതീക്ഷ ഞാൻ കെടുത്തി കളഞ്ഞില്ല, നോക്കാം അല്ലെ. ഒരു ബൈ ചാൻസിൽ ചിലപ്പോൾ ഞാനൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന സമയത്ത് എനിക്ക് ആളെ വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഫോട്ടോ ഒന്നിച്ചെടുത്ത് കൊടുക്കാൻ പറ്റുമായിരിക്കാം. ആ ഒരു കോൺഫിഡൻസിൽ ഞാൻ പറഞ്ഞു അല്ലെ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, നമ്മുടെ ചിന്താഗതികളും നമ്മുടെ അച്ചീവ്മെന്റുകളും മറ്റുള്ളവരിൽ ഉണ്ടാക്കുന്ന ഒരു ഫീലിങ്സ് വേറെയാണ്. അപ്പൊ ഞാനൊരു സംഭവമാണെന്ന് പുള്ളിക്ക് തോന്നി, പക്ഷെ എനിക്കറിയാം എനിക്ക് ബോച്ചയുടെ അടുത്ത് കൊണ്ടുപോയിട്ട് ആൾക്ക് ഫോട്ടോ ഒന്നും എടുത്തു കൊടുക്കാൻ പറ്റില്ല. പക്ഷെ ബൈ ചാൻസിൽ സംഭവിച്ചാലോ, അത് എന്റെ ഒരു ക്വാളിറ്റി ആയിട്ട് മാറും അല്ലെ. നമ്മളതാ മനസ്സിലാക്കേണ്ടത്. എവിടെയും ഒരു പോസിറ്റിവിറ്റി നമ്മൾ ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കാം. അപ്പൊ അതിനുള്ള ഒരു അവസരമാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് അല്ലെ. പുതുതായിട്ട് ഇന്നലെ കടന്നു വന്ന ഒരാൾക്ക് പോലും ബോബി ചെമ്മണ്ണൂരെ കാണാനും സംസാരിക്കാനും ഒപ്പം നിന്നൊരു ഫോട്ടോ എടുക്കാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അതിനായിട്ട് വേണ്ടത് എന്താ, നമ്മളൊരു 100 പോയിന്റ് പ്രോഡക്റ്റ് നമ്മുടെ ഒരു സുഹൃത്തിനെ, ബന്ധുവിനെ കൊണ്ട് എടുപ്പിക്കുക. നമുക്ക് കിട്ടിയ അതേ അവസരം അവർക്കും കൊടുത്തുകൊണ്ട് നമ്മുടെ കൂടെ നിർത്താൻ നമുക്ക് പറ്റുമെന്നുള്ളതാണ്. പലർക്കും ഒരു സംശയം ഉണ്ടാവും, ഈ ബിസിനസ്സിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഒരാളെ ജോയിൻ ചെയ്യിച്ചു കഴിഞ്ഞാൽ നാളെ ഇതൊരു ബാധ്യതയായി മാറുമോ, അവരുടെ കാശ് ഞാൻ മേടിച്ചിട്ട് നാളെ ഇത് പ്രശ്നമായി മാറുമോ, അല്ലെങ്കിൽ നാളെ എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട നിയമപ്രശ്നങ്ങൾ ഉണ്ടാവുമോ, ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ നമ്മുടെ ഉള്ളിൽ എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ ഈ ബിസിനസ് എന്താണെന്ന് അറിഞ്ഞ സമയത്ത്, കാരണം നമ്മൾ മുടക്കുന്ന പൈസയ്ക്ക് അനുസരിച്ചുള്ള എന്താ പറയാ GST ബില്ലടക്കം നമുക്ക് പ്രോഡക്റ്റ് കിട്ടുന്നുണ്ട് അല്ലെ. 5ഓളം ട്രേഡ് യൂണിയൻ സപ്പോർട്ടുള്ള ഒരു ബിസിനസ്സാണ്.
ഇന്ത്യ ഗവൺമെന്റ് കേരള ഗവൺമെന്റ് അപ്രൂവൽ ആയിട്ടുള്ള ഒരു ബിസിനസ് ആണ്. കൃത്യമായിട്ട് സർക്കാരിലേക്ക് GST അടയ്ക്കുന്ന ഒരു ബിസിനസ് ആണ് അല്ലെ. അപ്പൊ എല്ലാം കൂടി ഇതൊന്നും നമ്മൾ അറിയാത്തടത്തോളം കാലം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതെന്തോ പ്രശ്നമാണ്, ഒരു ചിന്താഗതിയാണ്. പക്ഷെ അതിന് ഒന്ന് അടുത്തറിയാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടണം. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഈ ജ്വാല എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ ഒരുപാട് ലീഡേഴ്സിന് നമ്മുടെ ടീമിലുള്ളവർക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ട്, പല ടീമുകളിലുള്ളവർക്കും പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് കിട്ടിയ ഒരു ഭാഗ്യമാണ്. അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഈ പെരുമ്പാവൂർ ടീമിന് കിട്ടിയ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് ബോച്ച നമ്മുടെ കയ്യെത്തും ദൂരത്താണ് അല്ലെ. മറ്റൊരു ടീമിന് കിട്ടാത്ത ഒരു സൗഭാഗ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം നല്ല രീതിയിൽ സെയിൽ കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഗ്രേറ്റ് ലീഡർ സ്വപ്ന മാഡത്തിന്റെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കിട്ടുന്ന ഒരു ടീം ആയിട്ട് നമുക്ക് മാറാൻ പറ്റിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ വിളിക്കുന്നിടത്ത് ബോച്ച വരുന്നുണ്ട്, അല്ലാണ്ട് ബോച്ച വിളിക്കുന്നിടത്ത് നമ്മളല്ല പോകുന്നത് അല്ലെ. അത്രയും സിമ്പിൾ ആയ ഒരു മനുഷ്യനാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് എവിടുന്ന സാധ്യമാവുന്നത്? നമ്മൾ ഈ കമ്പനി എന്താണെന്നും അത് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന സമയത്താണ്. അപ്പൊ അതിനുള്ള ഒരു താല്പര്യം ഇപ്പോഴും ഇതിനെ എന്തൊക്കെയോ ആയിട്ട് തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്ന നമ്മളെ പോലെ കുറെ ആൾക്കാരുണ്ട്. അവർക്കത് പറഞ്ഞ് മനസ്സിലാക്കിച്ചു കൊടുക്കുക. കാരണം ഞാൻ പറഞ്ഞു നേരത്തെ, ഇൻഷുറൻസ് ലഭിച്ചു, എന്റെ കുടുംബത്തിലേക്കുള്ള പ്രധാന വരുമാനം ഇതാണ്, ഞാൻ വൈഫും ചെയ്യുന്നു, അതോടൊപ്പം എന്റെ കുടുംബത്തിലെ 2 മക്കൾ ഈ ബിസിനസ്സിൽ ജോയിൻ ആണ്, ഒരു ഫാമിലി ബിസിനസ് ആയിട്ട് ഞങ്ങൾക്ക് ഇത് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട് അല്ലെ. അപ്പൊ എന്തുകൊണ്ട് നമുക്കും ആയിക്കൂടാ? നമ്മുടെ കൂടെയുള്ള അല്ലെ, നമ്മുടെ പെങ്ങള്, നമ്മുടെ ഭാര്യ അല്ലെ, സഹോദരി ആരെങ്കിലും ഒക്കെ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കൊരു സപ്പോർട്ടായിട്ട് നിന്ന് കൊടുക്കുന്ന സമയത്ത് നമുക്കും നമ്മുടെ കുടുംബത്തിലേക്ക് ഇത് ലഭിക്കും എന്നുള്ളതാണ്. ഒരേ ദിവസം തന്നെ എനിക്ക് വൈഫിന് വരുമാനം, എനിക്ക് വരുമാനം, ചില ദിവസങ്ങളിൽ 10-15,000 രൂപ വരെ വന്ന ദിവസമുണ്ട്. അപ്പൊ നമ്മൾ ചിന്തിച്ച് നോക്കുക, ഇതൊക്കെ കിട്ടുന്ന ഒരു ബിസിനസ്. പക്ഷെ ഇതൊന്നും നമ്മൾ അറിയാതെ നമ്മൾ മാറി നിൽക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതിനാണ് ഞാൻ പറയുന്നത്, നമ്മളെ പോലുള്ള എത്ര ജെൻസ് ഈ ബിസിനസ് സീരിയസ് ആയിട്ട് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ കിട്ടുന്ന ഒരു അവസരം കൂടിയാണ് ഈ വരുന്ന ഏപ്രിൽ 9-ാം തീയതി നടക്കുന്ന ജ്വാല എന്ന് പറഞ്ഞ പ്രോഗ്രാം. അതിൽ നമുക്കൊക്കെ അവിടെ എത്താൻ പറ്റണം. ചിലപ്പോൾ നമ്മൾ പറയാം അന്നത്തെ ദിവസം ഒരുപാട് ജോലികളുണ്ട്, കാര്യങ്ങളുണ്ട്. ഒരു ദിവസം നമ്മൾ അതിനെ ഒന്ന് മാറ്റി വെക്കുക അല്ലെ. ഇവത്ത് സക്സസ് ആകാൻ വേണ്ടിയിട്ട് കിട്ടിയ നമുക്കൊരു കച്ചിത്തുരുമ്പായിട്ട് നമുക്ക് ഈ ബിസിനസ്സിൽ ഒന്ന് കാണാൻ പറ്റിയാൽ, ഒന്ന് ജസ്റ്റ് തിരിച്ചറിയാൻ നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ അല്ലെ. അങ്ങനെ ഞാൻ തിരിച്ചറിയാം. ഞാനും ഫസ്റ്റ് ഇതുപോലെ ഒരു പ്രോഗ്രാമിന് നമ്മുടെ ലീഡറൊക്കെ അങ്ങോട്ട് വിളിക്കുന്ന സമയത്ത്, പെരുമ്പാവൂരേക്ക് വിളിക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് കാരണങ്ങളൊക്കെ പറഞ്ഞിട്ട് മാറിയിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവരെ സ്നേഹപൂർവമായ ഒരു ഇടപെടലിലൂടെ, തന്ത്രപൂർവമായുള്ള ഒരു ഇടപെടലിലൂടെ എന്നെ അവിടെ എത്തിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഇരുന്ന് ഇത്രയും പവറായിട്ട് സംസാരിക്കുന്നത്. കാരണം ഒരു തട്ടിപ്പില്ല എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമായി. പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. തരാമെന്ന് പറഞ്ഞ വരുമാനങ്ങൾ നമ്മളിലേക്ക് കൃത്യമായി എത്തിച്ചൊരു കമ്പനിയാണ് അല്ലെ. പക്ഷെ വെറുതെ ഇരുന്ന് നമുക്ക് കിട്ടുമോ? നമ്മളൊരു 100 പോയിന്റ് പ്രോഡക്റ്റ് എടുത്തു അല്ലെ, നമ്മൾ എന്നിട്ട് 6 മാസം കഴിയുമ്പോൾ പൈസ വരും, അല്ലെങ്കിൽ 2 മാസം കഴിയുമ്പോൾ പൈസ വരും നമ്മൾ ചിന്തിക്കണമെങ്കിൽ നമ്മൾ ചെയ്യുന്നത് മണി ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്കീം ആയിരിക്കണം. അവിടെ ചിലപ്പോൾ നമ്മൾ ഒരു 50,000 രൂപയോ 1,00,000 രൂപയോ 2,00,000 രൂപ നിക്ഷേപിച്ച് അതിന്റെ ഇൻട്രസ്റ്റ് ഒക്കെ നമുക്ക് വരും എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. നമ്മൾ വാങ്ങി ഉപയോഗിച്ച പ്രൊഡക്റ്റ് നല്ലതാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് റെഫർ ചെയ്യുന്ന സമയത്ത്, അവർ ഈ ബിസിനസ് ഏറ്റെടുക്കുന്ന സമയത്ത് അല്ലെ, അവർ ഏറ്റെടുത്ത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലെഫ്റ്റ് വിങ്ങിലോ റൈറ്റ് വിങ്ങിലോ കച്ചവടം നടക്കുവാണെങ്കിൽ നമ്മളിലേക്ക് വരുമാനം എത്തി തുടങ്ങും എന്നുള്ളതാണ്. പക്ഷെ ഇതൊക്കെ മനസ്സിലാകണമെങ്കിൽ എന്ത് വേണം? ഞാനിപ്പോ എടുത്തു തരുന്നത് നിങ്ങൾക്ക് ഒരു ക്ലാസ് ആയിട്ട് തോന്നും ചിലപ്പോൾ അല്ലെ, പറഞ്ഞു പഠിപ്പിക്കുന്ന ആള് കിട്ടിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നു. പക്ഷെ നിങ്ങൾ തന്നെ ഇത് നേരിട്ടൊന്ന് കണ്ട് മനസ്സിലാക്കി അറിയുവാണെങ്കിലോ അല്ലെ, ആ ഒരു സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒരു വിശ്വാസം എന്ന് പറയുന്നത് എന്താ? എന്റെ കണ്ണും എന്റെ കാതും ഞാൻ തൊട്ടറിഞ്ഞ കാര്യം എനിക്ക് വിശ്വാസമാണ്. അവിടെ ഒരാൾ പറഞ്ഞു പഠിപ്പിച്ച് കൊടുക്കുന്ന സമയത്തോ പല സമയത്തോ അതൊരു സാക്ഷ്യം പറച്ചിലാവും. ഞാനിപ്പോ ഈ സംസാരിക്കുന്ന പോലും നിങ്ങൾക്ക് ഒരു സാക്ഷ്യം പറച്ചിലായിട്ട് തോന്നും അല്ലെ. പക്ഷെ നിങ്ങളുടെ മുമ്പിൽ കുറച്ച് അറിയുന്ന എന്റെ ടീമിലുള്ള കുറച്ച് പേർക്ക് അത് വ്യക്തമായിട്ട് അറിയാം. പക്ഷെ ചിലപ്പോൾ ഇന്ന് ആദ്യമായിട്ട് കയറിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം ആളവിടെ ഇരുന്നുകൊണ്ട് ഭയങ്കര തള്ളൽ തുടങ്ങിയിട്ടുണ്ട്, ക്ലാസ് എടുക്കൽ തുടങ്ങിയിട്ടുണ്ട്, വരയ്ക്കലും കുറിക്കലും തുടങ്ങി. ഇതൊന്നും നടക്കില്ല അല്ലെ. പക്ഷെ നിങ്ങൾ തന്നെ പോയിട്ട് മനസ്സിലാക്കിയ ഒരു കാര്യമാണെങ്കിലോ അല്ലെ, ഒരു ദിവസം നമ്മൾ അതിനായിട്ടൊന്ന് മാറ്റി വെക്കുക അല്ലെ. ഒരു ടൂറായിട്ട്, ഒരു സമ്മർ ടൂറായിട്ട് നമ്മൾ അതിനെ കാണാം. ദൂരെ നിന്ന് വരുന്നവരൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ദിവസം അടിച്ചു പൊളിച്ച് നമ്മുടെ കൂടെയുള്ളവരെ കൂടി ഒന്ന് പോയി തിരിച്ചു വരുന്ന സമയത്ത് തിരിച്ചു വരുന്ന കുറെ ആൾക്കാർ ആകമാനം ഒന്ന് മാറിയിട്ടുണ്ടാവും. എന്റെ ടീമിലുണ്ട് അങ്ങനെ. കഴിഞ്ഞ പ്രാവശ്യം പോയ സമയത്ത് വലിയ താല്പര്യമില്ല, ഒരു ടൂർ എന്ന രീതിയിൽ നമുക്കൊന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് പോയി വന്നു കഴിഞ്ഞ സമയത്ത് ആള് പോസിറ്റീവായി എന്നുള്ളതാണ്. അന്ന് നമ്മുടെ കമ്പനിയുടെ ജനറൽ മാനേജർ അടക്കമുള്ള ആൾക്കാരും ലീഡേഴ്സും ഒക്കെ ആയിരുന്നു വന്നത്. പക്ഷെ ഇന്ന് അതല്ല, ആ ലെവല് മാറി. വന്നിട്ടുള്ളതാരാ? വരുന്നതാരാ? സാക്ഷാൽ ബോബി ചെമ്മണ്ണൂർ തന്നെയാണ് അല്ലെ. അപ്പൊ അതിന് നമ്മളൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഒരു 100 സെയിൽസ് ഇതിന്റെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് കച്ചവടം നടത്താൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ അച്ചീവ്മെന്റ് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ എന്റെ ടീമിലൂടെ കുറെ ലീഡേഴ്സ് അതൊക്കെ അച്ചീവ് ചെയ്ത് വരുന്നുണ്ട്. ലേഡീസ് അടക്കം, അതുപോലെ ജെൻസ് അടക്കം, നമ്മുടെ ടീമിലെ റഷീദ് സാർ അടക്കം അത് അച്ചീവ് ചെയ്തിട്ടുണ്ട്. ആളൊക്കെ ഇപ്പൊ പുതുതായിട്ട് വന്ന ആൾക്കാരാണ്. പക്ഷെ കഴിഞ്ഞ ദിവസമൊക്കെ വാഗമൺ ട്രിപ്പൊക്കെ വന്ന സമയത്ത് കബീർ സാറ്, അതുപോലെയുള്ള പുതിയ ആൾക്കാർ, റഷീദ് സാറ്, അങ്ങനെ കുറെ പേര് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർക്കൊക്കെ ഇത് കണ്ടു, അതോടുകൂടി അവരെന്തായി മറ്റൊരു രീതിയിലേക്ക് അവർ മാറി എന്നുള്ളതാണ് അല്ലെ. അപ്പൊ അതൊക്കെ എങ്ങനെയാ വന്നത്? ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത കഴിഞ്ഞ സമയത്താണ് നമുക്ക് ആ വിശ്വാസം അവിടെ ഉണ്ടായിട്ടുള്ളത്.
അതേപോലെ തന്നെ എന്റെ രണ്ട് വിങ്ങിൽ, ഒന്ന് സക്കീർ സാറിന്റെ വിങ്, ഒന്ന് എന്റെ വൈഫിന്റെ സന്ധ്യ മാഡത്തിന്റെ വിങ്ങാണ്. ആ രണ്ട് വിങ്ങിൽ നിന്നുള്ള ആൾക്കാരും ആ ഒരു വാഗമൺ ട്രിപ്പിന് വന്നിട്ട് അവിടെ വന്ന് ഒരു ദിവസം സ്റ്റേ ചെയ്ത് അല്ലെ, മനസ്സിലെ ടെൻഷനൊക്കെ മാറ്റി വെച്ച് ഒരു ദിവസം നമ്മുടെ വീടെടുത്ത് തലേന്ന് അങ്ങ് മാറ്റി വെച്ചിട്ട് അല്ലെ, നമ്മളെല്ലാം പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ ടെൻഷൻ എന്താ, വീട്ടിൽ എന്തായിരിക്കും. എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ, വീട്ടിലൊരു പ്രശ്നം, അമ്മയുടെ ഒരു അസുഖമായിട്ട് ബന്ധപ്പെട്ട്, എങ്കിലും ടീമിനൊപ്പം എനിക്ക് നിൽക്കാൻ പറ്റി എന്നുള്ളതാണ്. പക്ഷെ അതിന് ആ ഒരു സമയത്ത് ഒരു ബുദ്ധിമുട്ടുണ്ടായ സമയത്ത് മകൻ വിളിച്ചു പറയുന്നു, എന്റെ അമ്മയ്ക്ക് വല്യമ്മയ്ക്ക് ഒരു സുഖമില്ല, പെട്ടെന്ന് ഒരു ഓട്ടോ പറഞ്ഞു വിടുന്ന സമയത്ത് ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് അല്ലെ, നമ്മൾ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ വിളിച്ചു പറഞ്ഞു വീട്ടിലെത്തി. അപ്പൊ ആ ഹോസ്പിറ്റലിൽ എത്തിച്ചു. പെട്ടെന്നൊരു പൈസയുടെ ഒരു ആവശ്യമുണ്ട് അവിടെ ഹോസ്പിറ്റലിൽ അല്ലെ, ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുന്ന പൈസയുടെ ആവശ്യമുണ്ട്. എനിക്കത് ഇട്ടുകൊടുക്കാൻ പറ്റി എന്നുള്ളതാണ്. നേരെ മറിച്ച് അല്ലാതെ ഞാനൊരു ടൂറിനാ പോകുന്നതെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥ കേൾക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ടെൻഷൻ അല്ലെ, സാമ്പത്തികം, ഇത് വലിയൊരു പ്രശ്നം തന്നെയാണ്. ആ ഒരു സമയത്ത് ഈസി ആയിട്ട് അത് എടുത്തു കൊടുക്കാൻ, അയച്ചു കൊടുക്കാൻ നമ്മുടെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തന്നെ അല്ലെ, ഇപ്പൊ ജിപേ ഉള്ള സംവിധാനമുണ്ട്, എവിടെ ഇരിക്കുന്ന പൈസ എവിടേക്ക് മാറ്റാനും പിടിക്കാനും ഒക്കെ നമുക്ക് പറ്റും അല്ലെ. അതുപോലെ ടെക്നോളജി മാറിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം അത് മകന്റെ അക്കൗണ്ടിലേക്ക് എനിക്ക് അയച്ചു കൊടുക്കാൻ പറ്റി, ഹോസ്പിറ്റലിൽ ബില്ല് കൊടുക്കാൻ പറ്റി, അതുപോലെ ആ ഓട്ടോക്കാരന്റെ പൈസ എനിക്ക് ഇട്ട് കൊടുക്കാൻ പറ്റി അല്ലെ. നമ്മളൊക്കെ എന്തുകൊണ്ടാണ് ടെൻഷൻ അടിക്കുന്നത്? പണം ഇല്ലാത്തതിന്റെ പേരിലാണ് നമ്മൾ പലപ്പോഴും ടെൻഷൻ അടിക്കുന്നത് അല്ലെ. ഞാൻ പറഞ്ഞു എനിക്ക് ഒരു ഹെൽത്ത് ഇഷ്യൂ വന്ന സമയത്ത് ഹോസ്പിറ്റലിൽ കിടന്നു എന്ന് ഞാൻ പറഞ്ഞു അല്ലെ. ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ എന്താ, ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എത്ര ബില്ലാകും. ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കിടന്നിട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്താ, ഒരു ഗ്ലൂക്കോസ് കൊണ്ടുകുത്തുമ്പോൾ, ഒരു ഗുളിക കൊണ്ടുപോകുമ്പോൾ, ഒരു എക്സ്ട്രാ ഒരു സ്കാനിങ് എടുക്കണം അല്ലെങ്കിൽ ഒരു എക്സ്റേ എടുക്കണം എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ടെൻഷൻ വർദ്ധിക്കുക. കാരണം എന്താ, ഇനി എത്ര പൈസ വേണം, ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്ക് എന്ത് പണയം വെക്കേണ്ടി വരും, ആരോട് ചോദിക്കണം. പക്ഷെ വളരെ സമാധാനത്തോടുകൂടി ആ ഹോസ്പിറ്റലിൽ, ഞാൻ ആദ്യമായിട്ടാണ് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കിടക്കുന്നത് കേട്ടോ. അപ്പൊ ആ ഒരു സമയത്ത് എനിക്കൊരു സമാധാനമാണ്. കാരണം ടെൻഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ അസുഖം മാറില്ല അല്ലെ. പക്ഷെ അതൊന്നും ഇല്ലാതെ, അതൊക്കെ പറയുന്ന സമയത്താണ് ഫിജിക്കായിട്ടുള്ള വരുമാനങ്ങളെ പറ്റി ഒക്കെ അവിടെ നിൽക്കട്ടെ, എന്നെ സംബന്ധിച്ച്, ഞാനെന്ന വ്യക്തിയെ സംബന്ധിച്ച് ഞാൻ പറയുകയാണ്, എനിക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു കമ്പനിയോടുള്ള സ്നേഹം എന്ന് പറയുന്നത് എൻ്റെ ഒരു ഹെൽത്ത് ഇഷ്യൂ വന്ന സമയത്ത് പറഞ്ഞ കാര്യങ്ങൾ കാരണങ്ങളില്ലാതെ ഞാൻ പറഞ്ഞു. ഒന്നാം ഘട്ടത്തിൽ ഒരു പൈസ കിട്ടി, രണ്ടാമത് 1.5 മാസത്തെ ഫോളോ അപ്പ് പോയ സമയത്ത് സാധാരണ ഇൻഷുർ കമ്പനിക്കാരെ പറ്റിയൊക്കെ അറിയാം എന്തായിരിക്കും കൊടുക്കാതിരിക്കാനുള്ള കാരണം അവർ കണ്ടെത്തുക അല്ലെ. 1.5 മാസം മുമ്പ് നാളത്തില്ലേ പൈസ, ഇത്രയും പൈസ വന്നത് 3.4 ലക്ഷത്തോളം രൂപ വന്നിട്ടുണ്ട്, ഇനിയും കിട്ടില്ല, അത് ഈ പ്രാവശ്യം ലഭിക്കില്ല എന്ന് പറഞ്ഞാൽ തീർന്നു കാര്യം. ആ ഹോസ്പിറ്റലിന്റെ പടിക്കെട്ട് ഇറങ്ങുമ്പോൾ രണ്ടാമത്തെ ബില്ല് പേ ചെയ്ത് ഇറങ്ങുന്ന സമയത്ത് പോലും ഞാൻ വിചാരിച്ചു പുറകിൽ നിന്ന് വിളിക്കുവോ, താങ്കളുടെ ബില്ല് ചെയ്യാൻ പറ്റില്ല, താങ്കൾക്ക് ഇത്ര മുമ്പ് കിട്ടിയതാണെന്ന് പറയുമെന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു. പക്ഷെ അതില്ല. അപ്പൊ ആ ഒരു കമ്പനിയെ ഞാൻ എത്രത്തോളം വിശ്വസിക്കണം? ഈ വിശ്വാസം നിങ്ങൾക്കും ഉണ്ടാവണ്ടേ അല്ലെ. ഈ ഒരു കമ്പനിയുടെ ഒരു 3ാമത്തെ റാങ്കിൽ കിട്ടുന്ന അച്ചീവ്മെന്റുകളാണ് നമുക്കിത് അല്ലെ. മാസം രസമായി കഴിഞ്ഞാൽ ഒരു 15,000 രൂപയ്ക്ക് മേലെ മാസം നമുക്ക് കിട്ടുന്നു. അതോടൊപ്പം നമുക്ക് ഹെൽത്ത് ഇഷ്യൂ ആർക്കും വരാതിരിക്കട്ടെ, ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, കാരണം ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകരുത് നമുക്ക് ആർക്കും. പക്ഷെ നമുക്കൊരു ധൈര്യമാണത് അല്ലെ. ഇതൊക്കെ തരുന്ന ഒരു കമ്പനിയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ ഈ കമ്പനി എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ അങ്ങനെയുള്ള പ്രോഗ്രാമുകൾ നമുക്ക് പങ്കെടുക്കാൻ പറ്റണം. അതൊരു അധിക ചെലവായിട്ട്, അതിനൊരു സമയം നിങ്ങൾ മാറ്റിവെക്കുന്ന സമയത്ത് അതിനെ ഒരു സമയം കൊല്ലിയായിട്ട് നിങ്ങൾ കാണാതിരിക്കുക. കാരണം എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ നമുക്ക് നേടാൻ പറ്റുള്ളൂ അല്ലെ. നമ്മുടെയൊക്കെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അല്ലെ, 3-4 വർഷത്തെ കോഴ്സ് പഠിപ്പിക്കുന്നുണ്ട്. അവർ പഠിച്ചിറങ്ങിയ പിറ്റേ ദിവസം എന്തെങ്കിലും വരുമാനം ലഭിക്കുമോ? ഇല്ല. നിരവധി ജോലികൾക്ക് ആപ്ലിക്കേഷൻ അയച്ച് ഇന്റർവ്യൂവിൽ പങ്കെടുത്ത് ലക്ഷങ്ങൾ മുടക്കി പഠിച്ചിട്ടുണ്ടെങ്കിലും 5,000-നും 10,000-നും ജോലി ചെയ്യുന്നവരാണ് നമ്മുടെ മക്കളും അല്ലെ. അവിടെയൊക്കെ നമ്മൾ മക്കളെ പഠിപ്പിക്കാൻ സമയത്ത് 5 ലക്ഷം രൂപ കോഴ്സിന് പൈസ എടുക്കാൻ വേണ്ടി നമ്മൾ ടെൻഷൻ അടിക്കാറുണ്ട്. കാരണം അപ്പുറത്തെ വീട്ടിലെ ചേട്ടന്റെ മകള് പഠിച്ചിട്ട് ഇതേ കോഴ്സ് പഠിച്ചിട്ട് ജോലി കിട്ടിയിട്ടുണ്ട് അല്ലെ. അപ്പൊ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാൻ ട്രൈ ചെയ്യണം. നമ്മുടെ ഈ ബിസിനസ്സിൽ വന്നാൽ ഇത്രയേ ഉള്ളൂ. ഈ ബിസിനസ്സിൽ വന്നത് കൊണ്ട് നമുക്ക് വരുമാനം ലഭിക്കുമോ അല്ലെ. 5 ലക്ഷം മുടക്കി പഠിച്ച കൊച്ചി പിറ്റേ ദിവസം ഇന്റർവ്യൂ അല്ല ആ ഒരു കോഴ്സ് കഴിഞ്ഞ് പിറ്റേ ദിവസം നമുക്ക് വരുമാനം മേടിച്ചെടുക്കാൻ പറ്റുമോ? അപ്പൊ അതിന് വേണ്ടി ഒന്ന് ട്രൈ ചെയ്യണം അല്ലെ. ഇന്ന് ഞാൻ പ്ലാൻ പറയാൻ പറ്റുന്ന ഒരു ലേഡി എന്റെ അടുത്ത് പറഞ്ഞാണ്, ഇതിന്റെയൊക്കെ പുറകെ നടക്കണ്ടേ, ആളെ ചേർക്കണ്ടേ, ആൾക്കാരോട് സംസാരിക്കണ്ടേ അല്ലെ. ഞാൻ ചോദിക്കട്ടെ, ഒരു അധ്യാപകനായിട്ട് ജോലി ലഭിച്ചു കഴിഞ്ഞാൽ ആ കുട്ടികളുടെ മുമ്പിൽ ഇരുന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ക്ലാസ് എടുക്കണ്ടേ? എത്ര ബോറായ പരിപാടി, ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അതും ചില മാനേജ്മെന്റ് സ്കൂളിലാണെങ്കിൽ 30-50 ലക്ഷം കൊടുത്ത് കയറിയതിനു ശേഷം അതിനു മുമ്പ് പഠിച്ചിറങ്ങിയ 4 വർഷത്തെ വേറെ കാര്യം. എന്നിട്ട് ഈ കുട്ടികളുടെ മുമ്പിൽ കിടന്ന് വായലച്ചാലേ നമുക്ക് കിട്ടുള്ളൂ. അവിടെയാണ് ഈ ബിസിനസ് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി 20 മിനിറ്റ് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ട് അല്ലെ. ഈ ബിസിനസ് എന്താണെന്ന് ഒരു 20 മിനിറ്റുള്ള നമ്മളെ പ്ലാൻ പ്രസന്റേഷന്റെ കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു കൊടുത്താൽ, അവരുടെ സംശയങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് ഭയങ്കര വിഷമമാണ്. പക്ഷെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ കിട്ടുന്ന കാര്യങ്ങൾ എന്താ, അവർ ചോദിക്കുന്ന സംശയങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ പറ്റണമെങ്കിൽ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ എനിക്ക് തലവനിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അടുത്ത വീട്ടിൽ പോകുന്ന സമയത്ത് അതും കൂടെ പഠിച്ചിട്ടേ ഞാൻ പോകും. അത് എന്ത് മറുപടി പറയണം, ഇത് മണി ചെയിനാന്ന് പറയുന്ന സമയത്ത് എന്ത് ഞാൻ മറുപടി കൊടുക്കണം അല്ലെ. അപ്പൊ എനിക്കുള്ള അറിവുകൾ കൂടുവാണ് അല്ലെ. ഇതിന്റെ അറിയാത്ത കാര്യങ്ങളെ പറ്റി പഠിക്കാൻ ശ്രമിക്കും. അപ്പൊ എന്തുകൊണ്ടും മനുഷ്യൻ ഇതിനകത്ത് വരുമാനം മാത്രമല്ല
നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, ആൾക്കാരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എങ്ങനെ സംസാരിക്കണം, അല്ലെ അവരുടെ സംശയങ്ങൾക്ക് എങ്ങനെ മറുപടി കൊടുക്കണം, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്നെ പോലത്തെ ഒരു കൃഷിക്കാരൻ 10ാം ക്ലാസ്സുകാരന് ഇപ്പം നിങ്ങളുടെ മുന്നിൽ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം നടക്കുന്ന സമയത്ത് സ്റ്റേജിൽ നിന്നുകൊണ്ട് ഒരു മൈക്കെടുത്ത് സംസാരിക്കാൻ എന്നൊക്കെ വളർത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ആഗ്രഹിച്ചിട്ടില്ലേ അല്ലെ, നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്യണം, 4 പേരുടെ മുന്നിൽ കയറി നിൽക്കണം, സംസാരിക്കാൻ പറ്റണം, ഇതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങൾ. എന്നെ സംബന്ധിച്ചത് വലിയൊരു ആഗ്രഹമായിരുന്നു. മൈക്കുന്ന സാധനം എനിക്ക് കൈകൊണ്ട് തൊടാൻ വലിയ കൊതി ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ, അല്ലെ. ആ ഒരു സാധനം ആദ്യം കൈ കിട്ടിയപ്പോൾ ഒരു പാമ്പിനെ കൈ തന്ന അവസ്ഥയായിരുന്നു. പക്ഷെ ഇന്ന് അതില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടാനും നേടിയെടുക്കാനും ഒക്കെ പറ്റിയിട്ടുള്ള ഒരു ബിസിനസ്സാണ്. നമ്മളൊക്കെ വീട്ടിലായാലും കുട്ടികളുടെ മുമ്പിലായാലും അല്ലെ, അച്ഛൻ ഇങ്ങനെയാണ്, അച്ഛൻ ഇങ്ങനെ ഒരു PTA വരുന്ന സമയത്ത് ഏറ്റവും ബെഞ്ചിൽ പോയിരിക്കുമ്പോൾ ആ കുട്ടികൾ പറയാം അച്ഛൻ ഫ്രണ്ടിൽ കയറിയിരിക്കാൻ പറയും അല്ലെ. എനിക്ക് പേടിയായിരുന്നു ഒരു 4 വർഷം മുമ്പ്. അവരെന്തെങ്കിലും ചോദിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്ത് പറയണമെന്ന് അറിയില്ല. അത്യാവശ്യം അറിയാം, പക്ഷെ അത് എണീറ്റ് നിന്ന് സംസാരിക്കാൻ പറയുന്ന സമയത്ത് ചിലപ്പോൾ എന്നെ കൊണ്ട് പറ്റില്ല, അവിടെ എന്റെ തൊണ്ടയിലെ വെള്ളം പറ്റും. പക്ഷെ ഇതിനൊക്കെ ഒരു മാറ്റമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റിയൊരു ബിസിനസ്സാണ് ഇത്. ഇതൊക്കെ നമ്മുടെ ആഗ്രഹം. ഇതിന് പ്രത്യേകിച്ച് നമ്മൾ കോഴ്സിന് പൈസ കൊടുക്കണോ, അതിനായിട്ട് പ്രത്യേക സമയം കണ്ടെത്തണോ? ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുന്ന സമയത്ത് ഇത്രയും സമയം സംസാരിച്ചു അല്ലേ, ഇപ്പൊ ഏകദേശം കൗണ്ട് 38 പേരുണ്ട്. ഈ 38 പേരെ മുന്നിൽ ഇരുന്ന് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല, അത് നിങ്ങൾ കേൾക്കുന്നില്ല, അതിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നില്ലേ, അത് എനിക്ക് സന്തോഷമല്ലേ. അപ്പൊ ഇതേപോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്കും പറ്റും അല്ലെ. പക്ഷെ ഇതൊക്കെ നമ്മൾ അറിയണമെങ്കിൽ, ഒന്ന് കണ്ടും കേട്ടും പോകണമെങ്കിൽ നമ്മൾ എന്ത് വേണം, നമ്മൾ ഇതെന്താന്ന് മനസ്സിലാക്കണം അല്ലെ. ഇത് ചെയ്യുന്ന സമയത്ത് അതോടൊപ്പം സന്തോഷം, നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, അതോടൊപ്പം വരുമാനം, എല്ലാം കൊണ്ടും ഒരു വലിയ കൂട്ടായ്മ അല്ലെ. നമ്മളെ പോലെ നമ്മുടെ ഒരു സുഹൃത്തിന് നമുക്കത് കാണിച്ചു കൊടുത്ത് അവനെയും ഒരു വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത്, അല്ല അവൾക്കൊരു വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് നമുക്കും വരുമാനം കിട്ടുന്ന ഒരു രീതി. പക്ഷെ ഇതൊന്നും നമുക്ക് തുടക്കത്തിൽ അറിയില്ല. നമുക്കിത് തുടക്കത്തിൽ അറിയില്ല, ഇത്രയും വ്യാപ്തി ഉണ്ടെന്ന് അറിയില്ല. പക്ഷെ ഒന്ന് അറിഞ്ഞും ചെറുതായിട്ടൊന്ന് അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ, ചിലപ്പോൾ ഞാനിപ്പോ സംസാരിക്കുന്നത് എത്രയോ എനർജിയിൽ എന്നേക്കാൾ കഴിവും വിദ്യാഭ്യാസമുള്ള ആൾക്കാരൊക്കെ എന്റെ സ്ക്രീനിന്റെ മുന്നിലുണ്ടെന്ന് എനിക്കറിയാം. അവർക്ക് എന്നേക്കാൾ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ആള് എന്റെ ലെഫ്റ്റിലും ആള് എന്റെ റൈറ്റിലും ആണെങ്കിലോ, ഇവര് രണ്ടുപേരും അവർക്ക് വേണ്ടി ബിസിനസ് ചെയ്യുന്ന സമയത്ത് എന്നിലേക്കും കൂടി ഒരു വരുമാനം എത്തുന്നു. അതിന് തുടക്കത്തിൽ നമ്മൾ എന്ത് വേണം, ഇതൊക്കെ ഒന്ന് അറിയാൻ പഠിക്കാൻ ശ്രമിക്കാൻ നമ്മൾ ഇവിടെ ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ആരോ പറയുന്നത് കേട്ട് ഇതൊക്കെ തട്ടിപ്പാണെന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് എന്താ, ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെ ഇട്ടിട്ട് പോയ ഒരുപാട് ആൾക്കാരുണ്ട്. ഈ ബിസിനസ്സിൽ വന്നിട്ട് കമ്പനിയുടെ മാനേജ്മെന്റ് 3 പേരായിരുന്നു: ബോബി ചെമ്മണ്ണൂർ, അനീഷ് കെ ജോയ്, ജോളി ആന്റണി. എന്റെ 2 പാർട്ണർമാര് ഈ ബിസിനസ് ഒഴിവായി. എല്ലാവരും പേടിച്ചു, കുറെ പേര് പേടിച്ചു പോയി. ഈ ബിസിനസ് പൊട്ടാൻ പോവാണ്, മണിച്ചേൻ പോലെ അതുപോലെ മറ്റുള്ള കമ്പനികളെ പോലെ പൊട്ടാൻ പോവാണ്, പേടിച്ചു. പക്ഷെ ഞാൻ പേടിച്ചില്ല. എല്ലാം മനസ്സിലായിട്ടൊന്നും അല്ല കേട്ടോ. ബോബി ചെമ്മണ്ണൂർ എന്ന വ്യക്തിയുടെ ഒരു ബിസിനസ് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. കാരണം ഒരു 163 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള, ഇന്നും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരിക്കുന്ന, ഒരുപാട് ചാരിറ്റി ചെയ്യുന്ന, തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ ജ്വല്ലറി ചെയ്യുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഈ ബിസിനസ് കളയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. കാരണം ഈ ബിസിനസ്സിൽ ആൾ ഫെയിൽ ആയി കഴിഞ്ഞാൽ ആളുടെ ടോട്ടൽ ബിസിനസ്സിനെ അത് ബാധിക്കും. എന്റെ ചെറിയ ബുദ്ധിയിൽ തോന്നിയ കാര്യം കൊണ്ട് ഞാൻ പിടിച്ചു നിന്നു. അതിനുശേഷം കഴിഞ്ഞ വർഷം, ഒരു 1.5 വർഷങ്ങൾക്ക് മുമ്പ് ഈ കമ്പനിയിലെ പ്രമുഖരായിട്ടുള്ള, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറയുന്ന ഈ ജ്വാലയിൽ പങ്കെടുത്തപ്പോൾ ഞങ്ങൾക്കൊക്കെ മാതൃകയായിട്ട് വഴികാട്ടിയായിട്ട് അവിടെ നിന്ന് സംസാരിച്ച വലിയ ലീഡേഴ്സ് ഈ ബിസിനസ്സിൽ നിന്ന് മാറി മറ്റൊരു കമ്പനി അവരെ റാഞ്ചി എടുത്തപ്പോൾ അതില് അമിത മോഹ വാഗ്ദാനങ്ങൾ കൊടുത്ത സമയത്ത് കമ്പനിയിൽ നിന്ന് പിരിഞ്ഞുപോയി. അവിടെയും കുറെ പേര് പേടിച്ചു. കാരണം ഈ ബിസിനസ് പൊട്ടും. കാരണം വലിയ റാങ്കിലുള്ള ലീഡർമാരൊക്കെ അങ്ങ് പോയി, കോടികൾ കിട്ടിയവർ പോയി, ഇനി നമ്മളെ പോലുള്ളവർക്ക് കൂടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നൊരു തോന്നൽ വന്നു. കുറെ പേര് ഇട്ടിട്ട് പോയി. ഞാൻ ഇട്ടിട്ട് പോയിട്ടില്ല. കാരണം അതും ഒരു പോസിറ്റീവ് ആയിരുന്നു. കാരണം ചെമ്മണ്ണൂരിനെ പോലത്തെ ഒരാൾക്ക് നിലനിർത്താൻ പറ്റുന്ന എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതോടൊപ്പം ഇന്ന് കമ്പനിയിലെ DSM എന്ന റാങ്കിൽ നിൽക്കുന്ന സമയത്ത്, ഒരു 1-2 മാസം കൂടുന്ന സമയത്ത് കമ്പനിയായിട്ട് ഡയറക്റ്റ് ബന്ധപ്പെടാനും അതിന്റെ GM അടക്കമുള്ള ആൾക്കാർക്ക് സംസാരിക്കാൻ പറ്റുന്ന രീതിയിൽ എനിക്കും കൂടെ മാറാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അല്ലെങ്കിലോ ഈ പറയുന്ന ടോപ്പ് ലീഡേഴ്സ് ഉള്ള സമയത്ത് നമ്മളൊക്കെ കാഴ്ചക്കാരായിട്ട് എത്രയോ ദൂരെ ചേർന്നിരുന്ന് അവർ പറയുന്ന കാര്യങ്ങൾ, നിർദ്ദേശങ്ങൾ മാത്രം നമ്മൾ കേട്ടുകൊണ്ട് പോകുന്ന ഒരു രീതിയായിരുന്നു. ഇന്ന് ചെന്ന് കഴിഞ്ഞാൽ മാനേജ്മെന്റുമായിട്ട് നേരിട്ട് നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ പ്രൊഡക്റ്റിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ, എന്തെങ്കിലും ചെയ്യണോ, ഇതൊക്കെ ചോദിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് എനിക്ക് മാറാൻ കഴിഞ്ഞത്. അത് എന്നെ സംബന്ധിച്ച് ഈ ബിസിനസ് ഞാൻ നിലനിന്നത് കൊണ്ടല്ലേ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ: പിടിച്ചു നിന്ന് അവിടെ രക്ഷപ്പെടാം. മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് നമ്മൾ അതിനും ഇതിനും പോകുന്ന സമയത്ത് നമുക്ക് ഇതൊന്നും സാധ്യമാവില്ല. പക്ഷെ ഞാനതാ പറയുന്നത്, ആ ഒരു ആത്മവിശ്വാസം എനിക്ക് തുടക്കത്തിൽ എവിടുന്നാ കിട്ടിയത്? ചെമ്മണ്ണൂരിനെ ഒന്ന് കാണാൻ പറ്റി, ആള് സംസാരിക്കാൻ പറ്റി, അതിനുശേഷം ആളുടെ അടുത്ത് നിന്ന് കമ്പനിയുടെ 5ാമത് റാങ്ക് എത്തിയ സമയത്ത് എനിക്ക് ആ മൊമെന്റോ വാങ്ങാൻ പറ്റി. എന്നിലേക്ക് ഒരു പോസിറ്റീവ് എനർജി വന്നു, എന്നെയും പരിഗണിച്ചു. ഇതേ ഒരു അവസരമാണ് നിങ്ങൾക്ക് ഇപ്പോഴിവിടെ ലഭിക്കാൻ പോകുന്നത്. റാങ്ക് അപ്ഡേഷൻ ഒന്നും വേണ്ട. നിങ്ങൾ ചേർന്നിട്ട് എത്ര ദിവസമായെന്ന് ഇവിടെ ഒരു ചോദ്യവും ഇല്ല. ഒരു 100 പോയിന്റ് സെയിൽ കൊണ്ടുവരിക, നമ്മൾ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുക,
ബോച്ചയിൽ നിന്ന് മൊമെന്റ് നമുക്ക് വാങ്ങാൻ പറ്റും. അപ്പൊ നമ്മുടെ ലീഡേഴ്സിന്റെ ഒരു സപ്പോർട്ടാണ്. മറ്റുള്ള ഒരുപാട് ടീമുകൾ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, കേരളത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഒരു ടീം പോലെ ബോച്ചേനെ നമ്മളിലേക്ക് എത്തിക്കാനും നമുക്ക് സംസാരിക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ കിട്ടുന്നത് വളരെ അപൂർവമാണ്. ഞാൻ സ്റ്റാറ്റസ് ഇടുന്ന സമയത്ത് ചിലരൊക്കെ ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ ബോച്ചയായിട്ട് കാണാനും സംസാരിക്കാനൊക്കെ അവസരം കിട്ടുന്നത്? ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് പിജിക്കാർട്ട് എന്ന ബിസിനസ്സിലേക്ക് നിങ്ങൾക്ക് കടന്നു വരാൻ പറ്റുമെങ്കിൽ ഞങ്ങളെ പോലുള്ളവർക്ക്, പിജിക്കാർട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് ഈസി ആയിട്ടുള്ള കാര്യമാണ്. സോഷ്യൽ മീഡിയ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ബോച്ചയുടെ ഒരുപാട് സഹായങ്ങൾ ചോദിക്കുന്നവരെ കാണാം, അദ്ദേഹത്തോടൊപ്പം ഒരു ഫോട്ടോ തരുമോ, ഒന്ന് കാണാൻ പറ്റുമെന്ന് ചോദിക്കണം. പക്ഷെ നമ്മൾ പിജിക്കാർട്ട് ചെയ്യുന്നവരെ സംബന്ധിച്ച് എത്രത്തോളം നമുക്കത് സാധ്യമാവുന്നുണ്ട് നമ്മൾ നോക്കുക, അല്ലെ? നമ്മൾ മറ്റുള്ളവരുടെ ധനം, അവർ അധ്വാനിച്ച ധനം വെറുതെ കിട്ടാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. നമുക്ക് നല്ലൊരു അവസരം പിജിക്കാർട്ട് എന്ന ബിസിനസ്സായിട്ട് നമ്മളിലേക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നില്ലെങ്കിൽ, കിട്ടിയ അവസരത്തെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ, അത് നമ്മുടെ മാത്രം പോരായ്മയല്ലേ? നമ്മളൊന്ന് അങ്ങനെ ശ്രദ്ധിക്കുക, അല്ലെ? അത് ചിലപ്പോൾ ഞാൻ വലിയ ബുദ്ധി ഉള്ളത് കൊണ്ടൊന്നും അല്ല ഞാൻ ഇവിടെ വരെ എത്തിയത്. ഞാനൊരു ആവശ്യക്കാരനായതുകൊണ്ട്, എനിക്ക് പണത്തിന്റെ ആവശ്യമുള്ളതുകൊണ്ട്, എന്റെ വിദ്യാഭ്യാസം വെച്ചുകൊണ്ട് ഇതിനേക്കാൾ മേലെ ചെയ്യാൻ പറ്റുന്ന ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖല ഇല്ലെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ പിടിച്ചു നിന്ന ഒരാളാണ്. ഞാൻ വലിയ ലീഡറാണെന്നോ വലിയ അറിവുകളാണെന്നോ ഞാൻ ഒരിക്കലും ഞാൻ പറയുന്നില്ല. നമ്മുടെ നിലവിലുള്ള അവസ്ഥ നമ്മൾ ചിന്തിച്ച് നോക്കുക, അല്ലെ? ഇപ്പൊ നമ്മുടെ ഏജ് എത്രയാണ്? ഇനി എത്ര കാലം നമുക്ക് ഈ രീതിയിൽ വർക്ക് എടുത്ത് മുന്നോട്ട് പോകാൻ പറ്റും? അപ്പൊ ആ കിട്ടിയ അവസരത്തിൽ എന്തൊക്കെ സാധ്യതകളുണ്ട്, അത് ചെയ്ത് വിജയിച്ചവരാരൊക്കെയാണ്, അവരൊന്ന് കാണാനും അടുത്തറിയാനും, അല്ലെങ്കിൽ അതിന്റെ നടത്തിപ്പുകാരനെ നമുക്കൊന്ന് നേരിട്ട് കാണാനും, അവരിൽ നിന്നൊരു സംസാരം കേൾക്കുന്ന സമയത്ത് നമ്മൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും, ഇത് സ്വയം തിരിച്ചറിയാം. ഇത്രയേ വേണ്ടതുള്ളൂ, വേറെ ഒന്നും ഇല്ലാതെ ഞാൻ പറയുന്നില്ല. എന്നെപ്പോലത്തെ ഒരു സാധാരണക്കാരന് ചെയ്തിട്ട് ഇവിടം വരെ എത്താൻ പറ്റിയെങ്കിൽ നിങ്ങളെ പോലുള്ളവർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. എന്നേക്കാൾ കഴിവും വിദ്യാഭ്യാസവും ഈ ബിസിനസ് ചെയ്യാനും, ചിലപ്പോൾ ടെക്നോളജി ആയിട്ടും ഫോണുമായിട്ടൊക്കെ ഒരുപാട് സാധ്യതകളുള്ള ആൾക്കാരാണ് നിങ്ങളൊക്കെ. അപ്പൊ മറ്റുള്ള ഒരാൾ പറയുന്ന വാക്ക് കേട്ടുകൊണ്ട് നമ്മൾ പുറകോട്ട് പോകരുതെന്നാണ് എനിക്ക് നിങ്ങളോട് എല്ലാവരും പറയാനുള്ളത്. ജനസായിട്ടുള്ള നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിലുള്ള പെങ്ങന്മാർക്കും ഭാര്യയ്ക്കും ഒക്കെ ഒരു സപ്പോർട്ടായിട്ടില്ല, അവരൊക്കെ വർക്കിന് പോകുന്ന സമയത്ത് നമ്മൾ എന്ത് വേണം, അവർക്കൊരു താങ്ങും തണലുമായിട്ട് ഒരു അല്പം നേരം പോയാൽ നമ്മൾ അവരെ വഴക്ക് പറയാതെ, കാരണം അവരൊക്കെ കഷ്ടപ്പെടുന്നത്, എനിക്ക് ലേഡീസിനോട് എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ ഇത് പറയാനല്ലേ, കുടുംബത്തിന് വേണ്ടിയിട്ട് ഏറ്റവും കഷ്ടപ്പെടുന്നത് അവരാണ്, അല്ലെ? നമ്മളൊക്കെ പല കാര്യങ്ങളിലും ജോലി അടിക്കുന്ന സമയത്തും മുണ്ട് മുറുക്കി കൊടുത്തെന്ന് പറഞ്ഞ പോലെ പ്രശ്നങ്ങളൊക്കെ സമാധാനിപ്പിച്ചുകൊണ്ട് നമ്മുടെയൊക്കെ കുടുംബം നല്ല രീതിയിൽ കൊണ്ടുവന്ന അവരാണ്. അപ്പൊ അവർക്കൊരു സപ്പോർട്ടായിട്ട് നമ്മൾ നിന്ന് കൊടുക്കുക. കാര്യങ്ങളൊന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്കും വരുമാനം കിട്ടുന്ന നമ്മുടെ അക്കൗണ്ടിലേക്ക്, അല്ലെ? വൈഫിന്റെ അക്കൗണ്ടിൽ കിട്ടിയിട്ടല്ല നമ്മുടെ അക്കൗണ്ടിൽ കിട്ടുന്നത്. നമ്മളില്ലാതെ ചേർന്നിട്ട് നമുക്ക് സ്വന്തമായിട്ട് ഒരു അക്കൗണ്ട് ഉണ്ടാവും, അല്ലെ? പൈസ ഇല്ലാതെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ അക്കൗണ്ടിലേക്കും ഒരു പൈസ എത്തുന്ന സമയം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഈ കഴിഞ്ഞ ദിവസമാണെങ്കിലും എന്റെ വീട്ടിലേക്ക് വന്നത് 12,000 രൂപയാണ്. വൈഫിന്റെ ടീമിൽ ഒരു വർക്ക് നടന്ന സമയത്ത്, ആ ഒരു ഭാഗത്ത് വർക്ക് നടന്ന സമയത്ത് എന്റെ അക്കൗണ്ടിലേക്ക് ആ പൈസ വന്നു. വേറെ ഏതൊരു ബിസിനസ്സിൽ നമുക്ക് കിട്ടും, അല്ലെ? നമ്മുടെ കൂടെയുള്ളവർ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുമാനം ലഭിക്കുന്നു, അല്ലെ? ഒരു കുടുംബത്തിൽ ഒന്നിലധികം പേര് നമ്മൾ ഈ ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നിൽ തരത്തിൽ കൂടുതലുള്ള വരുമാനം ഒരു വർക്കിലൂടെ നമുക്ക് ലഭിക്കാൻ പറ്റുന്നു. ഇതിന്റെയൊക്കെ ട്രിക്ക് നമുക്ക് മനസ്സിലാണെങ്കിൽ നമ്മൾ ഇവിടെ ഉണ്ടായിരിക്കണം, നമ്മൾ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കണം, അല്ലെ? അപ്പൊ അതിൽ ബന്ധപ്പെട്ടത് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, ഈ വരുന്ന ജ്വാല എന്ന് പറഞ്ഞ പ്രോഗ്രാം, പെരുമ്പാവൂർ നടക്കുന്ന പ്രോഗ്രാമിൽ ഒരു 100 പോയിന്റ് സെയിൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ, ഒരുപക്ഷെ എന്നെ പോലെ അന്ന് ബോച്ചയെ കണ്ടതും സംസാരിച്ചത് കൊണ്ടും ഉണ്ടായ ഒരു ചിന്ത, നമ്മുടെ ചിന്താഗതികൾ കൂടെ മാറണം കേട്ടോ. ബോച്ചയിൽ നിന്നൊരു ഫലം മേടിച്ചാൽ നമുക്ക് പൈസ കിട്ടുമെന്ന് ചോദിക്കുന്ന ചിലപ്പോൾ ആൾക്കാരുണ്ടാവും. അങ്ങനെയല്ല. നമ്മൾ എന്തുകൊണ്ടാ, അല്ലെ? മോഹൻലാലിൽ നിന്നൊരു അവാർഡ് കിട്ടിയ എന്തെങ്കിലും പ്രത്യേകിച്ച് ഗുണമുണ്ടോ? നമ്മുടെ മുഖ്യമന്ത്രിയിൽ നിന്ന് കിട്ടിയ എന്തെങ്കിലും ഗുണമുണ്ടോ? അതൊരു ഫീലിംഗ് ആണ്. അത്രയും ഉന്നതനായ ആളിൽ നിന്ന് നമുക്ക് സ്വീകരിക്കാൻ പറ്റി, അതൊരു നമ്മുടെ വിശ്വാസമാണ്, അല്ലെ? നമ്മുടെ ഒരു ഊർജ്ജമാണ്, ഒരു പോസിറ്റീവ് എനർജിയാണ്. ആ രീതി ചിന്തിച്ചുകൊണ്ട് അതിനേക്കാൾ ഉപരി നമ്മളൊരു ആവശ്യക്കാരനാണെങ്കിൽ നമുക്ക് കിട്ടിയ അവസരത്തെ നമുക്കൊന്ന് ഉപയോഗപ്പെടുത്താനും കൂടി നമുക്ക് സാധിച്ചാൽ എല്ലാം നേടിയെടുക്കാൻ പറ്റും. എന്നേക്കാൾ എത്രയോ ഉയരത്തിൽ നിങ്ങൾക്ക് എത്താൻ പറ്റുമെന്ന് എനിക്ക് 100% വിശ്വാസമുണ്ട്. ഞാൻ ഒരുപാട് സംസാരിച്ച് നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഞാൻ പറഞ്ഞത് ആർക്കെങ്കിലും ഒരു ബോറടി ആയിട്ട് ക്ഷമിക്കുക. ഞാൻ ഒരു കാര്യം ഞാൻ കൂട്ടിച്ചേർത്ത് പറഞ്ഞിട്ടില്ല. എന്റെ ജീവിതത്തിൽ സംഭവിച്ചത്, പണ്ടൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട് ഇതുപോലെയൊക്കെ ഇരുന്ന് സംസാരിക്കണമെങ്കിൽ ചിലപ്പോൾ എഴുതി വെച്ചായിരിക്കും, പഠിച്ചു പറയുന്നതായിരിക്കും. പക്ഷെ നമ്മുടെ ഉള്ളിൽ നടന്ന, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യവും നമുക്ക് എഴുതി വെക്കേണ്ടത് ഒന്നുമില്ല. അടുത്ത വാക്ക് എന്താണെന്ന് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് വരും എന്നുള്ളത്. കാരണം നമ്മുടെ ജീവിതത്തിലൂടെ കടന്നുപോയ സംരംഭങ്ങൾ, നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ അച്ചീവ്മെന്റുകൾ, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ട്. അത് സംസാരിക്കാൻ ഒരാളുടെ ആവശ്യമില്ല, ഒരു ക്ലാസിന്റെ ആവശ്യമില്ല, ഒരു എഴുതിവെക്കൽ നമുക്ക് ആവശ്യമില്ല, അല്ലെ? അപ്പൊ അത്രയും കാര്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളൂ. അപ്പൊ ഇത്രയും നേരം എന്നെ കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി അറിയിക്കുന്നു. ഒരുപക്ഷെ അടുത്ത ഒരു പ്രോഗ്രാമിൽ, അല്ലെ, നിങ്ങൾക്കും ഒരു റാങ്ക് ഒക്കെ ആവുന്ന സമയത്ത്, നിങ്ങൾക്ക് ഒരു അച്ചീവ്മെന്റ് ആവുന്ന സമയത്ത് ഇതിനേക്കാൾ പവറായിട്ട് നിങ്ങളുടെ കൂടെയുള്ളവർക്കും നിങ്ങളുടെ സഹപ്രവർത്തകരായിട്ടുള്ള ആൾക്കാർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതിൽ നിങ്ങൾക്ക് മാറട്ടെ എന്ന് കൂടി ഞാൻ ആശംസിക്കുന്നു. തൽക്കാലം ഞാൻ നിർത്തുകയാണ്. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേരുന്നു.